നമസ്കാരം. എൻ്റെ പേര് അരവിന്ദ്. ഞാൻ ചങ്ങനാശ്ശേരി SB കോളേജിലെ കെമിസ്ട്രി വിഭാഗം അധ്യാപകനാണ്. 2011 SB കോളേജിൽ ജോയിൻ ചെയ്തു. അതിനു മുമ്പ് NIST എന്ന് 3 കൊല്ലം റിസർച്ചിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് SB കോളേജിൽ ജോയിൻ ചെയ്തു. റിസർച്ച് കഴിഞ്ഞ് തീസിസ് സബ്മിറ്റ് ചെയ്യാൻ പോകുന്നു. കെമിസ്ട്രിയിൽ വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ടതായ, ഒരുപക്ഷെ ആൾക്കാർ കേൾക്കുമ്പോൾ പേടിക്കുന്ന ഒരു സബ്ജക്റ്റാണ് ക്വാണ്ടം മെക്കാനിക്സ്. അപ്പോൾ പല സ്ഥലത്തും ഞാൻ ക്വാണ്ടം മെക്കാനിക്സിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ എത്ര തന്നെ സംസാരിച്ച് കഴിഞ്ഞാലും ക്വാണ്ടം മെക്കാനിക്സിനെ കുറിച്ച് കൂടുതൽ പറയാൻ നമുക്ക് തോന്നും. ഇതിനു മുമ്പ് ക്വാണ്ടം മെക്കാനിക്സിനെ കുറിച്ച് സംസാരിച്ചത് എസൻസ് ക്ലബ്ബിലാണ്. അത് കുമ്പിടി എഫക്റ്റ് എന്നുള്ള പേരിലായിരുന്നു ക്വാണ്ടം മെക്കാനിക്സിനെ കുറിച്ച് സംസാരിച്ചത്. പക്ഷെ അവിടെ പറഞ്ഞ കുറച്ച് ഫണ്ടമെന്റൽസ് കൂടാണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ക്വാണ്ടം മെക്കാനിക്സിൽ മനസ്സിലാക്കേണ്ടി വരും. അപ്പോൾ ക്വാണ്ടം മെക്കാനിക്സിൽ വന്ദനം ക്ലൈമാക്സ് ഇൻ ക്വാണ്ടം വേൾഡ് ഇങ്ങനെ ഒരു പേര് കൊടുക്കാൻ ഒരു കാരണം കൂടിയാണ്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. അപ്പോൾ കുമ്പിടി എഫക്റ്റ് കേട്ടിട്ടുള്ള ആൾക്കാർക്ക് കുറച്ച് ഭാഗം അതിൽ നിന്നും ഉണ്ടാവും. പക്ഷെ അതല്ലാണ്ടും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും ഒരുപക്ഷെ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് വളരെ ഫണ്ടമെന്റൽസ് ടച്ച് ചെയ്തിട്ട് പോകാം. അധികം സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ പോകുന്നില്ല. കാരണം ഇതൊരു എന്താ പറയുക, ഒരു കോളേജ് അല്ലെങ്കിൽ സ്കൂൾ ക്ലാസ് അല്ല. വളരെ പെറിഫറലായിട്ട് നമുക്ക് തൊട്ടിട്ട് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഒരു ഫീല് കിട്ടാൻ നമുക്കൊരു ശ്രമം നടത്താം. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഈ വന്ദനം ക്ലൈമാക്സ് ഇൻ ക്വാണ്ടം വേൾഡ് എന്ന് പറയാൻ ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെല്ലാവരെയും ഒരുപക്ഷെ എന്നെയൊക്കെ ചെറുപ്പത്തിൽ സ്വാധീനിച്ചൊരു സിനിമ തന്നെയാണ് വന്ദനം, അല്ലേ? വന്ദനം സിനിമയിൽ നിങ്ങൾക്കറിയാം, ഗാഥ എന്നുള്ള പേര് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഫേമസ് ആയത് വന്ദനം എന്നുള്ള സിനിമയിലാണ്. ഗാഥ ജാം എന്നൊക്കെ പറഞ്ഞ് മോഹൻലാൽ കളിയാക്കി. പക്ഷെ വളരെ നല്ല സിനിമയും കൂടിയാണ്. അതിൽ മോഹൻലാൽ നെടുമുടി വേണുവിനെ അന്വേഷിച്ചിട്ട് പോലീസായിട്ടാണ് വരുന്നത്. പക്ഷേ ടെലിഫോൺ എക്സ്ചേഞ്ച് ഓപ്പറേറ്റർ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഗാഥയെ പരിചയപ്പെടുന്നു. കാരണം നെടുമുടി വേണുവിൻ്റെ മകളാണ് ഗാഥ. വളരെ കോമഡി സിനിമ എന്ന് ആദ്യം തോന്നിപ്പിക്കുമെങ്കിലും പക്ഷെ ഒരുപാട് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നൊരു സിനിമയും കൂടിയാണ് വന്ദനം. അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള വിഷയം കൈകാര്യം ചെയ്യുന്നൊരു സിനിമയും കൂടിയാണ് വന്ദനം. ക്ലൈമാക്സ് ആകുമ്പോഴത്തേക്കും സിനിമ സീരിയസ് ആയി വല്ലാത്തൊരു ഘട്ടത്തിലാണ് ഈ പറയുന്ന സിനിമ കൊണ്ട് അവസാനിപ്പിക്കുന്നത്, അല്ലേ? അപ്പോൾ സിനിമ അവസാനിപ്പിക്കുന്ന സമയത്ത് കുറച്ച് പേരെങ്കിലും വിചാരിച്ച് കാണും, ഈ സിനിമയുടെ ക്ലൈമാക്സിൽ ഒരുപക്ഷെ മോഹൻലാലും ഗാഥയും തമ്മിൽ പരസ്പരം കണ്ടിരുന്നെങ്കിൽ. പക്ഷേ ഈ സിനിമ അവസാനിക്കുന്നത് എങ്ങനെയാണ്? എല്ലാ കേസും എല്ലാം തെളിഞ്ഞ് അവസാനം നെടുമുടി വേണു പകരമൊക്കെ വീട്ടിൽ കഴിഞ്ഞ്, അദ്ദേഹത്തിനുള്ള പകയൊക്കെ വീട്ടിൽ കഴിഞ്ഞ് അവസാനം എല്ലാം തെളിഞ്ഞു വന്നു കഴിഞ്ഞിട്ട് ഗാഥയെ കല്യാണം കഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ മോഹൻലാൽ ശ്രമിക്കുകയാണ്. അപ്പോൾ ഇത്ര മണിക്കുള്ളിൽ ഞാൻ വിളിക്കും, അപ്പോൾ റെഡി ആയിട്ടിരുന്നോണം എന്ന് പറഞ്ഞ് ഇവർ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകും. പക്ഷേ മോഹൻലാൽ സമയം നോക്കി അത്ര മണിക്കുള്ളിൽ ഗാഥ ഫോണിലേക്ക് വിളിക്കില്ല. എന്നിട്ട് മോഹൻലാൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, താക്കോലെടുത്തിട്ട് അവസാനം അത്രയും ടൈമിനുള്ളിൽ ഗാഥ വിളിക്കാത്തത് കൊണ്ട് മനം നൊന്നിട്ട് താക്കോലെടുത്ത് ഗാർഡനിലേക്ക് വലിച്ചെറിയും, പറമ്പിലേക്ക് വലിച്ചെറിയും. എന്നിട്ട് വീട് പൂട്ടി പുറത്തേക്ക് ഇറങ്ങും. എന്നിട്ട് പറമ്പിലേക്ക് താക്കോൽ വലിച്ചിട്ട് അപ്പോഴാണ് ഫോൺ കോൾ വരുന്നത്. അപ്പോൾ മോഹൻലാൽ പിന്നെ ഫോൺ കോൾ വരുമ്പോൾ എടുക്കാൻ നിവൃത്തിയില്ല. കാരണം എന്താ പറയുക, വാതിലും ഒക്കെ നന്നായിട്ട് ലോക്ക് ചെയ്തു, കീയും വലിച്ചെറിഞ്ഞു. ആ സമയത്ത് മോഹൻലാൽ ഓടി ഗാർഡനിലേക്ക് പോയി തപ്പാൻ പറ്റുന്ന സ്ഥലത്തെല്ലാം തപ്പിയിട്ട് അദ്ദേഹം ഈ പറയുന്ന താക്കോല് കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച് വീട് തുറന്ന് ഫോൺ എടുത്ത് ഹലോ പറയുമ്പോഴത്തേക്കും ഗാഥയുടെ സൈഡിൽ നിന്നും ഫോൺ കംപ്ലീറ്റ് ആയിട്ട് വെക്കും. ഗാഥ ഫോൺ വെക്കുകയും ചെയ്യും. ഇവർ തമ്മിൽ സംസാരിക്കാൻ പറ്റാണ്ടാവും. പിന്നെ ട്രാഫിക് സിഗ്നലിൽ ഇവർ തമ്മിൽ പരസ്പരം അടുത്തടുത്ത കാറുകളിൽ നിൽക്കും, ഏകദേശം അടുത്തടുത്ത കാറുകളിൽ നിൽക്കും. ഒരുപക്ഷെ ഇവർ രണ്ടുപേരും ഒന്ന് തിരിഞ്ഞു നോക്കിയിരുന്നെങ്കിൽ പരസ്പരം കണ്ടുമുട്ടിയതിനെ സിനിമയുടെ ക്ലൈമാക്സ് മറ്റൊന്നായനെ. ഗാഥയാണെങ്കിൽ തിക്കുറിശി സുകുമാരൻ നായരുടെ കൂടെ പോകും. പക്ഷെ ഞാനും എല്ലാവരെയും പോലെ ആഗ്രഹിച്ചിരുന്നു, ഒരുപക്ഷെ മോഹൻലാലിന് ആ ഫോൺ എടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ, ഒരുപക്ഷെ ആ കാറ് നിൽക്കുന്ന അവസ്ഥയിൽ മോഹൻലാലിന് ഗാഥയെ കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ഇവരെ പരസ്പരം കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഈ ഒരു ചിന്തയാണ് ഈ ടോക്കിന് ഇങ്ങനൊരു പേര് കൊടുക്കാൻ സംഭവിച്ചത്. പക്ഷേ ഈ സിനിമ മുഴുവൻ നടക്കുന്നത് ക്വാണ്ടം മെക്കാനിക്കൽ വേൾഡിലാണെങ്കിൽ ഇവർ തമ്മിൽ പരസ്പരം കണ്ടുമുട്ടിയാണ്. കാരണം താക്കോൽ വിഷമത്തിൽ താക്കോൽ എറിഞ്ഞ് കൊടുത്തു കഴിഞ്ഞാലും ഒരുപക്ഷെ മോഹൻലാലിന് ഒരു ക്വാണ്ടം മെക്കാനിക്കൽ വേൾഡിലാണ് മോഹൻലാൽ എന്നുള്ള പാർട്ടികളും ഗാഥ എന്നുള്ള പാർട്ടികളും അല്ലെങ്കിൽ വേവും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ, ഒരുപക്ഷെ താക്കോൽ എറിഞ്ഞ് കൊടുത്തിരുന്നെങ്കിലും ഇവർ പരസ്പരം കണ്ടുമുട്ടാനുള്ളൊരു ചാൻസ് ഉണ്ടായേനെ എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഞാനിവിടെ പറയാം. എന്തുകൊണ്ട് ചാൻസ് ഉണ്ടായി എന്നുള്ളത് നമുക്ക് ടോക്കിൻ്റെ ഇടയിലൂടെ നമുക്ക് കാണാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ ഉള്ള മറ്റൊരു സിനിമയാണ് നന്ദനം എന്ന് പറയുന്ന സിനിമ. നന്ദനത്തിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ എന്നെ ആകർഷിച്ചൊരു കഥാപാത്രം, ഒരുപക്ഷെ സായിബാബയൊക്കെ കളിയാക്കി ഉണ്ടാക്കിയൊരു കഥാപാത്രമാണ് ജഗതി ശ്രീകുമാറിൻ്റെ കുമ്പിടി എന്ന് പറയുന്ന കഥാപാത്രം. ഇതിലും കുറച്ച് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ആശയങ്ങൾ ഉൾച്ചേർത്തിട്ടുണ്ട് എന്നുള്ളത് വേണം നമുക്ക്
മനസ്സിലാക്കാൻ. ആ കുമ്പിടി എന്നുള്ള കഥാപാത്രത്തിൽ എന്താണ് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ആശയം ഉൾച്ചേർത്തിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നസെൻ്റ് കുമ്പിടി അന്വേഷിച്ച് കുമ്പിടിയുടെ അടുത്തേക്ക് വരുമ്പോൾ ജഗതി ചിക്കൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ജഗതി ഉടായിപ്പാണ്, ഒരു കൃത്യമായിട്ടുള്ള പ്രോപ്പർ സന്യാസി അല്ല എന്ന് ഇന്നസെൻ്റ് മനസ്സിലാക്കി അത് ഉണ്ണിയമ്മയോട് പറയാൻ ഇന്നസെൻ്റ് ഇങ്ങനെ ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൽ കൂടെ അദ്ദേഹം ചാടുകയാണ്. അപ്പോൾ ആ ചാടുന്ന ആ ഒരു അവസ്ഥയിൽ ഇന്നസെൻ്റ് എങ്ങനെയൊക്കെയോ ഉണ്ണിയമ്മയുടെ വീട്ടിലേക്ക് വരുമ്പോൾ അവിടെയും ജഗതി ഇരിക്കുന്നു. എന്നിട്ട് എന്താ കേശവ എന്നുള്ള രീതിയിൽ ജഗതി ചോദിക്കുന്നു. അപ്പോൾ ഇന്നസെൻ്റ് പറയുന്നൊരു ഡയലോഗുണ്ട്, ഡബിളാണ് ഡബിൾ, കുമ്പിളി ഡബിളാണ്. അതായത് അവിടെ പോയപ്പോൾ അവിടെ ഇരുന്ന് ചിക്കൻ കഴിക്കുന്നു, ഇവിടെ വരുമ്പോൾ ഇവിടെ ഇരിക്കുന്നു. അപ്പോൾ ഒരേ ആളെ തന്നെ രണ്ട് സ്ഥലങ്ങളിൽ 2 ഡിഫറെൻറ്റ് സ്പേസിൽ ഒരേ ടൈമിൽ കാണാൻ നമുക്ക് പറ്റുന്നു. അവിടെ പോകുമ്പോൾ അവിടെയും ജഗദീഷ് ശ്രീകുമാറുണ്ട്, ഇവിടെ വരുമ്പോൾ ഇവിടെയും ജഗദീഷ് ശ്രീകുമാറുണ്ട്. നോർമൽ കേസിൽ ദാറ്റ് ഇസ് ഇമ്പോസിബിൾ. അപ്പോൾ ഒരേ സമയത്ത് ഒരേ ആളെ 2 സ്ഥലത്ത് കാണാൻ കഴിയുക എന്നുള്ളതും ഒരു ക്വാണ്ടം മെക്കാനിക്സിൽ നമുക്ക് വിസ്മയിപ്പിക്കുന്ന ഒരു 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 ഫിനോമിനാണ്. അപ്പോൾ ഈ 2 സിനിമയിലെ ഈ 2 സന്ദർഭങ്ങളും ഒരുപക്ഷെ വന്ദനം ക്ലൈമാക്സിൽ ക്വാണ്ടം മെക്കാനിക്സ് ഉണ്ടായിരുന്നെങ്കിൽ എന്നിട്ട് ക്ലൈമാക്സ് തന്നെ മാറിപ്പോയനെ എന്ന് പറയുന്നതും, അതുപോലെ തന്നെ ജഗതി ശ്രീകുമാറിൻ്റെ ഈ ഒരു പോസിബിലിറ്റി വേറെ എവിടെയെങ്കിലും പോസിബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ക്ലാസിക്കൽ മെക്കാനിക്സ് ഉണ്ട്, ന്യൂട്ടൻ്റെ നിയമങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഈ വലിയ മാക്രോ വേൾഡ് എന്ന് നമ്മൾ പറയുന്ന ഈ മാക്രോ വേൾഡിൽ അത് സാധ്യമല്ലെങ്കിൽ കൂടിയും ഒരുപക്ഷെ ഇതൊക്കെ ക്വാണ്ടം മെക്കാനിക്കൽ വേൾഡിൽ നടക്കുമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ക്വാണ്ടം മെക്കാനിക്കൽ വേൾഡിൽ ഇതിൻ്റെ വിധി മറ്റൊന്നായനെ. ജഗതി പറയുന്നത് വളരെ സത്യമായനെ, ഓടി വരേണ്ട ആവശ്യമില്ല. കാരണം ഇന്നസെൻ്റ് ഗതച്ച് വീണ് കഴിഞ്ഞിട്ട് ജഗതി ശ്വാസം വലിക്കുന്നുണ്ട്. അത്രയും പെട്ടെന്ന് സ്പീഡിൽ ഓടി വന്ന് മതിൽ ചാടി എങ്ങനെയൊക്കെയോ അദ്ദേഹം വന്നതാണ്. പക്ഷെ അതിൻ്റെ ആവശ്യം വരുമായിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കെൻ്റെ ടോപ്പിക്ക് വെച്ച് തുടങ്ങാം. അപ്പോൾ ഈ ക്വാണ്ടം മെക്കാനിക്സ് പൊതുവേ ആൾക്കാർ വിചാരിച്ച് വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നത് കുറേ ഇക്വേഷൻസ് മാത്രമാണ്. മാത്തമാറ്റിക്കലി കുറേ ഇക്വേഷൻസ് ഉണ്ടാക്കിയെടുത്ത് ആ ഇക്വേഷൻസ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്നൊരു ആൻസർ കിട്ടും. ആ ആൻസർ എഴുതി കഴിഞ്ഞാൽ നമുക്ക് കുറേ മാർക്ക് കിട്ടും. ഇങ്ങനെയാണ് വിദ്യാർത്ഥികൾ പൊതുവെ ധരിച്ചു വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ അപ്പുറം ക്വാണ്ടം മെക്കാനിക്സിന് ഒരു എക്സിസ്റ്റൻസ് ഇല്ല. ഇത്രയേ ഉള്ളൂ ക്വാണ്ടം മെക്കാനിക്സ്. കുറേ പഠിക്കാനും ബൈഹാർട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ക്വാണ്ടം മെക്കാനിക്സ് ഉപയോഗിക്കുന്നത് എന്നുള്ള രീതിയിലാണ് പല വിദ്യാർത്ഥികളും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല. ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ആപ്ലിക്കേഷൻ എവിടെയാണ് ഇല്ലാത്തത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇപ്പോൾ ഫോട്ടോസിന്തസിസിലെ ലൈറ്റ് ഹാർവെസ്റ്റിംഗ് മുതൽ നമ്മൾ ഒരു വസ്തു മണക്കുമ്പോൾ, ഒരു പക്ഷി നാവിഗേഷൻ നടത്തുമ്പോൾ, അതായത് വേടന്താങ്കലിലേക്കൊക്കെ ഒരു സീസൺ ആകുമ്പോഴത്തേക്കും പക്ഷികൾ പറന്നു വരും, മൈഗ്രേറ്റ് ചെയ്ത് വരും. ആ മൈഗ്രേറ്റ് ചെയ്ത് വരുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ രുചികളിൽ ഇനി വരാൻ പോകുന്ന കമ്മ്യൂണിക്കേഷനിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ക്വാണ്ടം മെക്കാനിക്സ് ആപ്ലിക്കേഷൻ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഫിസിക്സുകാരും യൂണിവേഴ്സിൻ്റെ എക്സിസ്റ്റൻസും യൂണിവേഴ്സിൻ്റെ ബിഗിനിങ്ങും ഒരുപക്ഷെ ബ്ലാക്ക് ഹോൾസും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ക്വാണ്ടം മെക്കാനിക്സ് അതിൻ്റെ ഓരോ ഫിനോമിനൻ എക്സ്പ്ലെയിൻ ചെയ്യാനും വേണ്ടിയിട്ട് ക്വാണ്ടം മെക്കാനിക്സ് ഉപയോഗിക്കും എന്നുള്ളതും കൂടി നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അപ്പോൾ എന്തിനാണ് ക്വാണ്ടം മെക്കാനിക്സ് ഇല്ലാത്തത് എന്ന് ചോദിക്കുന്നതായിരിക്കും ഒരുപക്ഷെ നല്ലത്. പക്ഷേ സ്കൂൾ കോളേജ് തലങ്ങളിൽ നമ്മളെ പഠിപ്പിക്കുന്നത് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഫണ്ടമെൻ്റൽസ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നത് മാത്തമാറ്റിക്സ് മാത്രമാണ്. ആശയങ്ങൾ എവിടേക്കോ നഷ്ടപ്പെട്ടിരിക്കുന്നു. വെറുതെ ആശയം വെച്ചിരുന്നിട്ട് മാത്രം കാര്യമില്ല. മാത്തമാറ്റിക്സ് ആണ് ഇതിൻ്റെ ഫണ്ടമെൻ്റൽസ്. അത് ശരിയാണ്, അതിൽ തർക്കമൊന്നുമില്ല. കാരണം മാത്തമാറ്റിക്സിലൂടെയാണ് പല കാര്യങ്ങളും നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്നത്, മാത്തമാറ്റിക്കലിയാണ് നമ്മൾ പലതും പ്രഡിക്റ്റ് ചെയ്യുന്നത് എന്നിരുന്നു കഴിഞ്ഞാൽ കൂടിയും ഇതിൻ്റെ ഒരു ഫീൽ യഥാർത്ഥത്തിൽ നമുക്ക് കിട്ടുന്നത് ഇതിൻ്റെ ആപ്ലിക്കേഷൻ്റെ ഏരിയാസാണ്. അപ്പോൾ ഞാൻ ഈ സ്ലൈഡിൽ കാണിക്കുന്നത് പോലെ എവിടെയാണ് ക്വാണ്ടം മെക്കാനിക്സ് ഇല്ലാത്തത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് നടക്കുന്ന ചെറിയ പ്രവർത്തനങ്ങൾ മുതൽ ഈ ലോകത്ത് നടക്കുന്ന വലിയ പ്രവർത്തനങ്ങൾ വരെ, ഒരുപക്ഷെ യൂണിവേഴ്സിൻ്റെ എക്സിസ്റ്റൻസ് വരെ, മൾട്ടി യൂണിവേഴ്സിൻ്റെ അത് പോസിബിലിറ്റി വരെ പ്രഡിക്റ്റ് ചെയ്യാൻ ഒരുപക്ഷെ ക്വാണ്ടം മെക്കാനിക്സിൽ സാധിക്കും. അല്ലെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സിലൂടെ ആയിരിക്കണം മൾട്ടി യൂണിവേഴ്സിൻ്റെ പ്രൊഡിക്ഷൻ ഒരുപക്ഷെ ഭാവിയിൽ എന്താ പറയുക എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളത് കൂടി വേണം നമ്മൾ മനസ്സിലാക്കാൻ. എവിടെ നോക്കിയാലും എന്തിലും ഏതിലും, അപ്പോൾ മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവം ഇരിക്കുന്നു എന്നുള്ള പാട്ട് മാറ്റിയിട്ട് മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും ഒരുപക്ഷെ ക്വാണ്ടം ഇരിക്കുന്നു എന്നൊരു പക്ഷെ നമുക്ക് പറയാൻ പറ്റുകയാണെങ്കിൽ അതും ഒരു അതിശയോക്തിയല്ല, അതും ഒരു യാഥാർത്ഥ്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കും. അപ്പോൾ ഇങ്ങനെ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ വേൾഡിലെ പാർട്ടിക്കിൾസിൽ അല്ലെങ്കിൽ വേവ്സിൽ അതിൻ്റെ അകത്ത് എക്സിസ്റ്റ് ചെയ്യുന്ന വസ്തുക്കളിൽ
കോമൺ ആയിട്ട് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ ആ പ്രോപ്പർട്ടീസിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ്. ഒന്ന് സൂപ്പർ പൊസിഷൻ എന്നുള്ള പ്രോപ്പർട്ടി, ഒന്ന് നോൺ ലൊക്കാലിറ്റി എന്നുള്ള പ്രോപ്പർട്ടി, ഒന്ന് നോൺ ഡിറ്റർമിനിസം എന്നുള്ള പ്രോപ്പർട്ടി, മറ്റൊന്ന് നോൺ റിയാലിറ്റി എന്നുള്ള പ്രോപ്പർട്ടി, അൺസർട്ടനിറ്റി, അതും വേവ് പാർട്ടിക്കൽ ഡ്യുവലിറ്റി. അപ്പോൾ ഇത് ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് നോക്കാം. ഞാൻ ഈ എക്സ്പെരിമെൻ്റൽ പാർട്ടിലേക്കൊന്നും വല്ലാണ്ട് പോകുന്നില്ല. ഇതിൻ്റെ ആശയങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കാൻ മാത്രം ഒരു ചെറിയ ശ്രമം നടത്തുകയാണ്. അപ്പോൾ സൂപ്പർ പൊസിഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഒരു പെർട്ടിക്കുലർ പൊസിഷനിൽ, ഒരു പെർട്ടിക്കുലർ ചെയറിൽ, ഇപ്പോൾ ഒരു പക്ഷേ ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാനൊരു ചെയറിലിരിക്കുകയാണ്. ഓക്കെ, ആ ചെയറിൽ എനിക്കല്ലാണ്ട് ഒരുപാട് ആൾക്കാർക്ക് ഒരേ സമയത്ത് ഇരിക്കാൻ കഴിയുമെങ്കിൽ, എൻ്റെ തന്നെ ഒരുപാട് സാധ്യതകൾക്ക് ഒരുമിച്ച് ഇരിക്കാൻ കഴിയുമെങ്കിൽ അതിനെ നമ്മൾ സൂപ്പർ പൊസിഷൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ എക്സിസ്റ്റ് ചെയ്യുന്നത് മനുഷ്യരൂപത്തിലാണ്. ഇനിയിപ്പോൾ ഞാൻ നാളെ പ്രേതമായി, ഞാൻ നാളെ വേറെ പിശാചായി, പിന്നെ ഞാൻ ഡ്രാക്കുളയായി. അപ്പോൾ ഞാൻ എന്ന മനുഷ്യൻ, ഞാൻ എന്ന പ്രേതം, ഞാൻ എന്ന ഡ്രാക്കുള മുതലായ എല്ലാ കാര്യങ്ങൾക്കും ഒരേ സമയത്ത് ഈ ചെയറിൽ ഒരുമിച്ചിരിക്കാൻ കഴിയുമെങ്കിൽ നമ്മളതിനെ സൂപ്പർ പൊസിഷൻ എന്ന് പറയാം. അപ്പോൾ ഒന്നിൽ കൂടുതൽ അവസ്ഥകൾ ഒരേ സമയത്ത് എക്സിസ്റ്റ് ചെയ്യുക, ഇതിനെയാണ് നമ്മൾ ബേസിക്കലി സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്നത്. അതാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് അവസ്ഥകൾ ഒരേ സമയത്ത് എക്സിസ്റ്റ് ചെയ്യാൻ കഴിയുന്ന അംഗങ്ങളാണ് ക്വാണ്ടം മെക്കാനിക്കൽ വേൾഡിലുള്ളത്. അതാണ് അവരുടെ ആദ്യത്തെ പ്രോപ്പർട്ടി. 2, നോൺ ലൊക്കാലിറ്റിയാണ്. നോൺ ലൊക്കാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഞാനൊരു പെർട്ടിക്കുലർ സ്ഥലത്ത് ഇരുന്ന് ഈ സ്ലൈഡ് ഷെയർ ചെയ്ത് ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണ്. ഞാൻ ലോക്കലൈസ്ഡ് ആണ്, നിങ്ങൾക്ക് കൃത്യമായിട്ട് എൻ്റെ സ്ഥലം മനസ്സിലാവും. പക്ഷേ ഈ പാർട്ടികളിൽ നമുക്ക് സ്ഥലം കൃത്യമായിട്ട് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ഇപ്പോൾ ഇവിടെ കാണും, സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ അവിടെ കാണും. ഈ സിനിമകളിലൊക്കെ പ്രേതങ്ങൾ വന്ന് പേടിപ്പിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? പ്രേതം ഇങ്ങനെ ഓടിപ്പോകുമ്പോൾ പ്രേതം നമ്മുടെ ഫ്രണ്ടിൽ അപ്പിയർ ചെയ്യും. എന്നാൽ പിന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഓടാം എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ ബാക്കിൽ പെട്ടെന്ന് പ്രേതം വരും. ഇതേ പ്രേതം തന്നെ അവിടെയും വരുന്നു. എങ്ങനെയാണത് വരിക എന്ന് നമുക്ക് ഒരു തോന്നലുണ്ടാകും. പക്ഷെ അങ്ങനെ ഒരു തോന്നലുണ്ടാകാൻ കാരണം നമ്മൾ ജീവിക്കുന്ന ലോകം എന്ന് പറയുന്നത് ന്യൂട്ടോണിയൻ മെക്കാനിക്സ് ഫോളോ ചെയ്യുന്ന ക്ലാസിക്കൽ ലോകമാണ്. അവിടെ ഇങ്ങനൊരു പ്രക്രിയ നമുക്ക് നോർമൽ ലൈഫിൽ നമുക്ക് ചുറ്റുപാടും കാണാൻ സാധ്യതയില്ല. പക്ഷേ ക്വാണ്ടം വേൾഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതൊക്കെ സർവ്വസാധാരണമാണ്. നമ്മൾ അവിടെ പോകുമ്പോൾ അവിടെയും കാണും, ഇവിടെ വരുമ്പോൾ ഇവിടെയും കാണും, നമ്മുടെ കുമ്പിടിയെ പോലെ. മറ്റൊന്ന് നോൺ ഡിറ്റർമിനസവും അൺസർട്ടനിറ്റിയും. അതൊരു പക്ഷേ അത് നമുക്ക് കൂട്ടി യോജിപ്പിക്കാം. നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൽ അല്ലെങ്കിൽ ഒരു പാർട്ടിക്കളുടെ സ്പീഡും അതിൻ്റെ പൊസിഷനും, ഇപ്പോൾ നമ്മളൊരു പാർട്ടിക്കളിനെ അതിൻ്റെ വേഗത ഇളക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ നമ്മൾ വേഗത ഇളക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ ശ്രമിക്കുന്ന ഇൻസ്റ്റൻറ്റിൽ ആ പാർട്ടികളുടെ വേഗത ഇത്രയാണെന്ന് തീർച്ചപ്പെടുത്താൻ നമുക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ ആ പാർട്ടികൾ ഇവിടെയാണോ നിൽക്കുന്നത് അവിടെയാണോ നിൽക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. അതായത് എറണാകുളത്ത് കച്ചേരിപ്പടിയിൽ ഇപ്പോൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ സഞ്ചരിക്കുകയാണെന്ന് കരുതും. ഞാൻ സഞ്ചരിക്കുന്നത് 35 km/h എന്നുള്ള വേഗതയിലാണെങ്കിൽ ആ വേഗത നിങ്ങൾക്ക് കൃത്യമായിട്ട് തീർച്ചപ്പെടുത്താൻ കഴിഞ്ഞാൽ, എക്സ്പെരിമെൻറ്റുകളിലൂടെ കൃത്യമായിട്ട് തീർച്ചപ്പെടുത്താൻ കഴിഞ്ഞാൽ, ഞാൻ കച്ചേരിപ്പടിയിൽ ഇരിക്കുകയാണോ അതോ നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുകയാണോ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുകയാണോ, ഇതിൻ്റെ ഇടയിൽ എവിടെയാണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. പക്ഷേ ഞാൻ കൃത്യമായിട്ട് എവിടെ ഇരുന്നാണ് ക്ലാസ് എടുക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഞാൻ കച്ചേരിപ്പടിയിൽ എൻ്റെ വീട്ടിൽ തന്നെയാണ് ഇരുന്ന് ക്ലാസ് എടുക്കുന്നത് എന്ന് നിങ്ങൾ എക്സ്പെരിമെൻറ്റിലൂടെ തീർച്ചപ്പെടുത്തിയാൽ, അവിടെ തന്നെയാണ് അരവിന്ദ് ഇരിക്കുന്നത് എന്ന് നിങ്ങൾ കൃത്യമായിട്ട് തീർച്ചപ്പെടുത്തി കഴിഞ്ഞാൽ എൻ്റെ വേഗത എത്രയാണെന്ന് നിങ്ങൾക്ക് അളക്കാൻ കഴിയില്ല. അപ്പോൾ ഒരേ സമയത്ത് ഞാൻ ഇവിടെ ഇരിക്കുന്നു, ഞാൻ ഇത്ര വേഗതയിൽ സഞ്ചരിക്കുന്നു എന്ന് കൃത്യമായി പറയാൻ നിങ്ങൾക്ക് കഴിയില്ല. ഇതും ക്വാണ്ടം മെക്കാനിക്കലുടെ റിയൽ നേച്ചറിൻ്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ നോൺ റിയാലിറ്റി എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. നോൺ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഞാൻ ആരാണ്. ഇപ്പോൾ നമ്മുടെ സലീം കുമാർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ആരാണ് ഞാൻ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് ക്വാണ്ടം മെക്കാനിക്കൽ വേൾഡിൽ. ആരാണ് ഞാൻ എന്നുള്ളൊരു ചോദ്യത്തിൽ വരുമ്പോൾ ഞാൻ പാർട്ടിക്കിളാണോ അതോ വേവ് ആണോ അതോ മറ്റെന്തെങ്കിലും ആണോ എന്നുള്ളതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞു പോകും. ചില എക്സ്പെരിമെൻറ്റ് കാണുമ്പോൾ നമുക്ക് തോന്നും ഇവർ പാർട്ടിക്കിളാണ്, ചില എക്സ്പെരിമെൻറ്റ് കാണുമ്പോൾ നമുക്ക് തോന്നും ഇവർ വേവ് ആണ്. അപ്പോൾ ആരാണ് ഞാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ആരാണ് എന്നുള്ളൊരു ചോദ്യത്തിന് അവിടെ പ്രസക്തിയില്ല. നമ്മൾ എങ്ങനെയാണോ സിസ്റ്റം ഒബ്സർവ് ചെയ്യാൻ ശ്രമിക്കുന്നത്, ഒരു എക്സ്പെരിമെൻറ്റിലൂടെ ആ സിസ്റ്റത്തെ ഡിസ്റ്റർബ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതെങ്ങനെ റിയാക്ട് ചെയ്യുന്നോ, ചിലപ്പോൾ അത് പാർട്ടിക്കിളായിട്ടായിരിക്കും പെരുമാറുക. അപ്പോൾ ആ അവസ്ഥയിൽ ആ എക്സ്പെരിമെൻ്റൽ കണ്ടീഷൻസിൽ നമുക്കതിനെ പാർട്ടിക്കിൾ എന്ന് വിളിക്കാൻ മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് അത് എല്ലാ സമയത്തും പാർട്ടിക്കിളാണ് എന്ന് പറയാൻ പറ്റില്ല.
അവിടെയാണ് ഈ എഫ് അവസാനത്തെ പോയിന്റ്, അതായത് വേവ് പാർട്ടിക്കൽ ഡ്യുവലിറ്റിക്ക് സിഗ്നിഫിക്കൻസ് വരുന്നത്. അപ്പോൾ എന്താണ് വേവ് പാർട്ടിക്കൽ ഡ്യുവലിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരേ വസ്തു തന്നെ പാർട്ടികളായിട്ടും വേവ് ആയിട്ടും പെരുമാറുന്നു. ഇപ്പോൾ ഇലക്ട്രോണിന്റെ കാര്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന്റെ സമയത്ത് ഒരുപക്ഷെ ഐൻസ്റ്റൈന് നോബൽ സമ്മാനം നേടിക്കൊടുത്ത ഒരു ഫിനോമിനാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് എന്നുള്ള ഫോട്ടോൺ എന്നുള്ള പാർട്ടികൾ വന്ന് ഒരു മെറ്റലിന്റെ സർഫസിൽ വീഴുമ്പോൾ അതിൽ നിന്നും ഇലക്ട്രോൺസ് പുറത്തേക്ക് വരും. അപ്പൊ ലൈറ്റ് എന്നുള്ളൊരു പാർട്ടികൾ വന്ന് ഇലക്ട്രോണിനെ പുറത്തേക്ക് തട്ടിത്തെറിപ്പിക്കണമെങ്കിൽ ഇലക്ട്രോൺ ഒരു പാർട്ടികൾ ആവണം. അപ്പോൾ ആ എക്സ്പെരിമെന്റ് നടക്കുമ്പോൾ നമുക്ക് തോന്നും ഇലക്ട്രോൺ പാർട്ടികളാണ്. ശരി, ഇലക്ട്രോൺ പാർട്ടികളാണ്, മനസ്സിലായി. പക്ഷെ ഇത് തന്നെ നമ്മൾ ഇന്റർഫറൻസ് എന്നുള്ളൊരു എക്സ്പെരിമെന്റ്, പക്ഷെ നമ്മൾ അതിലേക്ക് വരും. ആ ഇന്റർഫറൻസ് എന്നുള്ള എക്സ്പെരിമെന്റ് നമ്മൾ നടത്തുമ്പോഴോ ഇതേ ഇലക്ട്രോണിന്റെ പാർട്ടിക്കൽ നേച്ചർ അല്ല അവിടെ കാണുന്നത്, അവിടെ വേവ് നേച്ചർ ആണ് കാണുന്നത്. അപ്പോൾ ഇലക്ട്രോൺ ഒരു വേവ് ആണ്. അപ്പോൾ ഇലക്ട്രോൺ പാർട്ടിക്കിൾ ആണോ വേവ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഏതാണ് റിയൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് രണ്ടും റിയൽ ആണെന്ന് പറയേണ്ടി വരും. അപ്പോൾ ഈ റിയാലിറ്റിയിലെ കൃത്യം പാർട്ടികൾ മാത്രമാണ്, വേവ് മാത്രമാണ് എന്നുള്ളൊരു റിയാലിറ്റിയിലേക്ക് നമുക്ക് ഇലക്ട്രോണിനെ ഇങ്ങനെ അടുപ്പിച്ച് നിർത്താൻ കഴിയില്ല. അതിനെയാണ് ഈ നോൺ റിയാലിറ്റി എന്ന് പറയുന്നത്, പിന്നെ വേവ് പാർട്ടിക്കൽ ഡ്യുവലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ മേൽ പറഞ്ഞ സൂപ്പർ പൊസിഷൻ, നോൺ ലൊക്കാലിറ്റി, നോൺ ഡിറ്റർമിനിസം, നോൺ റിയാലിറ്റി, അൺസർട്ടനിറ്റി, വേവ് പാർട്ടിക്കൽ ഡ്യുവലിറ്റി, ഇതൊക്കെയാണ് ക്വാണ്ടം മെക്കാനിക്കലിൽ ഒരു ലോകമുണ്ടെന്നാണെങ്കിൽ ആ ലോകത്തെ അംഗങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ക്വാണ്ടം മെക്കാനിക്സിലെ ഒരുപക്ഷെ നാഴികക്കല്ലുകൾ എന്ന് പറയാൻ 1900s ഒരുപക്ഷെ അപ്പോഴാണ് ക്വാണ്ടം മെക്കാനിക്സിന്റെ സിഗ്നിഫിക്കൻസ് തുടങ്ങുന്നത്. ഒരുപക്ഷെ ഇതിനു മുമ്പ് ആൾക്കാർ വിചാരിച്ചുകൊണ്ടിരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസിക്കൽ ഫിസിക്സ് ലോകത്തെ എല്ലാ കാര്യങ്ങളും കണ്ടുപിടിച്ചു കഴിഞ്ഞു, ഇനി പ്രത്യേകിച്ച് പുതിയതായിട്ടൊന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി എന്തെങ്കിലും പുതിയ ഒബ്സർവേഷൻ വരികയാണെങ്കിൽ, പുതിയൊരു എന്താ പറയുക കാര്യങ്ങൾ ആരെങ്കിലും ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി ഇതേവരെ കണ്ടുപിടിച്ചിട്ടുള്ള കാര്യങ്ങൾ പുസ്തകത്തിൽ നിന്ന് എടുത്ത് അതിൽ നിന്നൊരു എക്സ്പ്ലനേഷൻ കരുതിക്കൂട്ടി ചെയ്താൽ മതി എന്ന് കരുതിയിരിക്കുന്ന കാലത്താണ് കുറച്ച് എക്സ്പെരിമെന്റ്സ്, ബ്ലാക്ക് ബോഡി റേഡിയേഷൻ അല്ലെങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് പോലുള്ള ഒബ്സർവേഷൻസ് വരികയും അത് അന്നുണ്ടായിരുന്ന ഫിസിക്സിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയാതിരിക്കുകയും ചെയ്ത് ക്വാണ്ടം മെക്കാനിക്സിന്റെ ജനനം സംഭവിക്കുന്നത് അങ്ങനെയാണ്. 1900s മാക്സ് പ്ലാങ്ക് എനർജിയെ ഒരു പാക്കറ്റായിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു പ്രപ്പോസൽ കൊണ്ടുവന്നു. അപ്പോൾ എനർജി എന്ന് പറയുന്നത് കണ്ടിന്യൂസ് വേവ് ഫോംസിൽ മാത്രമല്ല, നമുക്ക് പാക്കറ്റായിട്ട് ഡിസ്ക്രീറ്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഇത് കൊണ്ടുവന്നു. പിന്നെ ഐൻസ്റ്റൈൻ അതിനെ ഫോട്ടോൺസ് എന്നുള്ള പേര് വിളിച്ചു. ഫോട്ടോൺസ്, ബണ്ടിൽസ് ഓഫ് എനർജീനെ ഫോട്ടോൺസ് എന്ന് വിളിച്ചു. ഇനി കുറേ ഭയങ്കര കെമിസ്ട്രിയാണ്, അതുകൊണ്ട് കുറേ നാഴികകളിൽ ഇതാണ്. പിന്നെ ബോർ അറ്റോമിക് സ്ട്രക്ചർ കണ്ടുപിടിക്കുന്നു. അങ്ങനെ ഒരുപാട് ഡീബ്രോഗ്ലി 1923 വേവ് നേച്ചർ കണ്ടുപിടിക്കുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ക്വാണ്ടം മെക്കാനിക്സിൽ നടക്കുന്നുണ്ട്. അതാണ് നമ്മൾ സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നത്. ഇത് ഓരോന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ 1900 ആ ടൈം മുതൽ ഒരുപക്ഷെ ഇപ്പോഴും ക്വാണ്ടം മെക്കാനിക്സ് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ക്വാണ്ടം മെക്കാനിക്സിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഇപ്പോൾ നമുക്ക് ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് എന്തെങ്കിലും വേണം, നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പദമാണ് വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്ലൈഡിൽ നിങ്ങൾക്ക് ഈ തൃശൂലം പോലെ കാണിച്ചിരിക്കുന്ന ഒരു ഫലം, ഇനി തൃശൂലം പണ്ടേ ക്വാണ്ടം മെക്കാനിക്സിൽ ഉണ്ടായിരുന്നു എന്നൊന്നും ആരും വാദിച്ചുകൊണ്ട് വരരുത്. ഇത് തൃശൂലവും ഈ സൈയും തമ്മിൽ യാതൊരു ബന്ധമില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇതൊരു സിമ്പിൾ മാത്രമാണ്. ആ തൃശൂലം ഇതുപോലെ കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് തൃശൂലം എന്ന് പറയുന്നത്. സൈ എന്ന് പറയുന്നത് വേവ് ഫംഗ്ഷൻ എന്ന് പറയും. ഒരു വസ്തുവിന്റെ അകത്തുള്ള ഇലക്ട്രോണിന്റെ അത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഓർബിറ്റലിന്റെ ഇക്വേഷൻ നമുക്ക് തരുന്നത് ഈ വേവ് ഫംഗ്ഷനിലൂടെയാണ്. അപ്പോൾ ഒരു ഇലക്ട്രോണിന്റെ പരിചയം, ഇലക്ട്രോണിന്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഈ പറയുന്ന വേവ് ഫംഗ്ഷനാണ്. ആ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്ന മാത്തമാറ്റിക്കൽ എൻറ്റിറ്റിക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്ന സകല പ്രപഞ്ചത്തിന്റെ ക്വാണ്ടം മെക്കാനിക്സിന്റെ എല്ലാ കാര്യങ്ങളും സോൾവ് ചെയ്യുന്നത് എന്നുള്ളത് മാത്രം നമ്മൾ മനസ്സിലാക്കുക. അതിന്റെ പ്രോപ്പർട്ടീസിലേക്കൊന്നും പോകണ്ട, കാരണം അതൊക്കെ പക്ക ഒരു എന്താ പറയുക സബ്ജക്ട് ഓറിയന്റഡ്, അക്കാഡമിക് ഓറിയന്റഡ് കാര്യമാണ്. അപ്പോൾ ഇത്രയും മാത്രം മനസ്സിലാക്കുക. വേവ് ഫംഗ്ഷൻ എന്നുള്ള സൈ, പ്രത്യേകിച്ച് തൃശൂലം പോലെ ഇരിക്കുന്നത്, അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു സ്ലൈഡ് ഇൻക്ലൂഡ് ചെയ്തത്. തൃശൂലം പോലെ ഇരിക്കുന്ന വേവ് ഫംഗ്ഷൻ എന്നുള്ള സൈയിലാണ് ഒരു ഇലക്ട്രോണിന്റെ സകല ഇൻഫോർമേഷനും ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ഓർക്കണം. അപ്പോൾ അങ്ങനെ ഇൻഫോർമേഷൻ സ്റ്റോർ ചെയ്ത് വെച്ച ഒരു മാത്തമാറ്റിക്കൽ ഫോമിൽ നിന്നാണ് ക്വാണ്ടം മെക്കാനിക്സിന്റെ ആ ഒരു പ്രപഞ്ചം മുഴുവനും സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ അത് സ്റ്റോർ ചെയ്തിരിക്കുന്ന ഇതിന്റെ മാത്തമാറ്റിക്കൽ ഫോംസിനെ നമ്മളിങ്ങനെ മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കും. ഇത്ര ക്വാണ്ടിറ്റി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒന്നും കൂടി നന്നായിട്ട് ആ സിസ്റ്റം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും.
ഈ ഇക്വേഷൻ ഇങ്ങനെ ഒന്ന് മാറ്റിയെടുത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി ആ സിസ്റ്റം നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ആ ഇക്വേഷന്റെ ഫോർമുലേഷനും അതിന്റെ മോഡുലേഷനും അതിന്റെ മാറ്റങ്ങളും ഓരോ ഏരിയ വരുമ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെയൊക്കെ നമുക്ക് മോഡിഫൈ ചെയ്തെടുക്കാം എന്നുള്ള പഠനങ്ങളാണ് ഫണ്ടമെന്റലായിട്ട് ക്വാണ്ടം മെക്കാനിക്സിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കാം. അപ്പോൾ ഇതിനെയാണ് നമ്മൾ വേവ് ഫംഗ്ഷൻ എന്ന് പറയുക. അപ്പോൾ ഈ വേവ് ഫംഗ്ഷനാണ് ഒരു ഇലക്ട്രോണിന്റെ ഫണ്ടമെന്റൽ പാർട്ടിക്കിളുടെ സ്റ്റോർ ഹൗസ് ഓഫ് എനർജി എന്ന് പറയുന്നത്. ഈ സ്റ്റോർ ഹൗസ് ഓഫ് എനർജീനെ ബേസ് ചെയ്തിട്ടാണ് ഇന്ന് കാണുന്ന ക്വാണ്ടം മെക്കാനിക്സ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അത്രയും മാത്രം ക്വാണ്ടം മെക്കാനിക്സിന്റെ ഫണ്ടമെന്റൽസിനെ കുറിച്ച് മനസ്സിലാക്കുക. ഈ ക്വാണ്ടം മെക്കാനിക്സിലെ അടുത്ത പ്രധാനപ്പെട്ട ഒരു പ്രോപ്പർട്ടി ഞാൻ നേരത്തെ പറഞ്ഞ കുമ്പിടി എഫക്റ്റ്, പ്രോബബിലിറ്റി എന്ന് പറയുന്ന കുമ്പിടി എഫക്റ്റ് ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു. ആ കുമ്പിടി എഫക്റ്റ് ഒരുപക്ഷെ ദർശനമാകുന്നത് ഈ ഒരു സ്ലൈഡിലാണ്. ഇപ്പം നമ്മളൊരു പാർട്ടിക്കിളിനെ ഒരു ബോക്സിൻ്റെ അകത്ത് ഇട്ടു എന്ന് കരുതും. ഇതിനെയാണ് പാർട്ടിക്കിളിന്റെ 1 ഡയമെൻഷണൽ ബോക്സ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെ മനസ്സിലാക്കേണ്ട കാര്യമില്ല. ഒരു ഫ്ലാറ്റിന്റെ അകത്ത് നമ്മളൊരു ക്വാണ്ടം മെക്കാനിക്കൽ പാർട്ടിക്കിൾ ഇട്ട് കഴിഞ്ഞാൽ ആ ഫ്ലാറ്റിന്റെ ആദ്യത്തെ നില, രണ്ടാമത്തെ നില, മൂന്നാമത്തെ നില, പല നിലകളിലേക്ക് പോകുമ്പോൾ ആ നിലകളിലുള്ള പാർട്ടിക്കിളിന് ഒരു സമയത്ത് ഒന്നിൽ കൂടുതൽ സ്ഥലങ്ങളിൽ എക്സിസ്റ്റ് ചെയ്യാൻ കഴിയും. എന്ന് വെച്ചാൽ ഈ പാർട്ടിക്കിളുടെ തനതായ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവ ആദ്യത്തെ നിലയിൽ ഇത് ഡൗൺ ഫ്ലോറിലൊരു ക്വാണ്ടം മെക്കാനിക്കൽ പാർട്ടിക്കിളിന് ഒരു സമയത്ത് എക്സിസ്റ്റ് ചെയ്യാനുള്ള മാക്സിമം പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ആ ഫ്ലാറ്റിന്റെ ഏറ്റവും മിഡിലായിരിക്കും. പക്ഷേ ഫസ്റ്റ് ഫ്ലോറിൽ ജീവിക്കുന്ന ഒരു ക്വാണ്ടം മെക്കാനിക്കൽ പാർട്ടിക്കിൾ ആണെങ്കിൽ ഫ്ലാറ്റിന്റെ ഒരു വശത്തും അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മറ്റൊരു വശത്തും ഒരേ സമയത്ത് ഒരുപോലെ എക്സിസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇത് തന്നെ സെക്കൻഡ് ഫ്ലോറിൽ നിൽക്കുന്ന ഒരു ക്വാണ്ടം മെക്കാനിക്കൽ പാർട്ടിക്കിൾ ആണെങ്കിലോ ആ ഫ്ലാറ്റിന്റെ ആ സെക്കൻഡ് ഫ്ലോറിലെ ഏതെങ്കിലും 3 സ്ഥലങ്ങൾ 3 ഡിസ്റ്റൻസിൽ ഒരേ സമയത്ത് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. 4th ഫ്ലോറിൽ താമസിക്കുകയാണെങ്കിൽ 4 സ്ഥലങ്ങൾ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഈ പാർട്ടിക്കിൾ എവിടെയാണോ നിൽക്കുന്നത് അതിന്റെ എനർജി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതിന്റെ പ്രോബബിലിറ്റി നമ്മളെപ്പോഴും ഡിഫൈൻ ചെയ്യും. ഒന്നിൽ കൂടുതൽ സ്ഥലങ്ങളിൽ ആ എനർജി റീജിയനിൽ എക്സിസ്റ്റ് ചെയ്യുന്ന പാർട്ടിക്കിൾസിന് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. ഒരു പാർട്ടിക്കിൾ ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഇവിടെ മാത്രമാണ് എക്സിസ്റ്റ് ചെയ്യുന്നുള്ള ആ ഒരു ലോക്കാലിറ്റി ഒരു പക്ഷേ ക്വാണ്ടം മെക്കാനിക്കൽ പാർട്ടിക്കിളിൽ നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റില്ല. ഇതും ഇവരുടെ തനതായ ഒരു പ്രോപ്പർട്ടിയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആ 4-5-6 പ്രോപ്പർട്ടീസ് ഒന്നും കൂടി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, അറ്റ് എ ഗിവൺ ഇൻസ്റ്റന്റ് ഓഫ് ടൈം പൊസിഷൻ ആൻഡ് ആംഗുലർ മൊമെന്റം ഓഫ് എ പാർട്ടിക്കിൾ കനോട്ട് ബി നോൺ വിത്ത് ആബ്സല്യൂട്ട് സർട്ടനിറ്റി. അതായത് നമ്മൾ ഒരു പെർട്ടിക്കുലർ സമയം എടുത്തു കഴിഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ എൻ്റെ സ്പീഡ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഞാൻ എറണാകുളത്ത് നിൽക്കുന്നുണ്ടെന്നോ ഞാൻ എറണാകുളത്ത് കൃത്യമായിട്ട് ഇന്ന സ്ഥലത്ത് നിൽക്കുന്നുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ സ്പീഡ് കൃത്യമായിട്ട് കണ്ടുപിടിക്കാനോ ഒന്നും ക്വാണ്ടം മെക്കാനിക്കൽ വേൾഡിൽ നമുക്ക് പറ്റില്ല. ഇതിനെയാണ് നമ്മൾ ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. മറ്റ് ഒരു എക്സ്പെരിമെന്റ് നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ് വേവ് പാർട്ടിക്കിൾ ഡ്യുവലിറ്റിക്ക് വേണ്ടിയിട്ട് പാർട്ടിക്കിൾ നേച്ചർ ഈ പറയുന്ന ഇലക്ട്രോണിന്റെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്ത എക്സ്പെരിമെന്റ് ആണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്. ആ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അതായത് ലൈറ്റ് വന്ന് ഒരു മെറ്റലിന്റെ സർഫസിൽ വീഴുമ്പോൾ ലൈറ്റ് ആ മെറ്റലിന്റെ സർഫസിൽ നിന്നും ഇലക്ട്രോണിനെ പുറത്തേക്ക് തള്ളിവിടുന്നു. ഇത്ര എനർജിയുള്ള ലൈറ്റ് വേണം. അപ്പോൾ ഇത്ര എനർജിയുള്ള ലൈറ്റ് വേണം എന്നുള്ളത് അതിന്റെ കണ്ടീഷനാണ്. അതിനെയാണ് നമ്മൾ വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. മിനിമം ഇത്ര എനർജിയുള്ള ലൈറ്റ് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇലക്ട്രോണിനെ പുറത്തേക്ക് തള്ളിവിടാൻ കഴിയുള്ളൂ എന്നുള്ള കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. അതിന്റെ മാത്തമാറ്റിക്കൽ ഫോംസിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷേ ആ എക്സ്പെരിമെന്റ് നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഫോട്ടോൺ എന്ന് പറയുന്ന ഒരു പാർട്ടിക്കിൾ വന്ന് ഒരാളെ തട്ടിത്തെറിപ്പിക്കണമെങ്കിൽ ആ തട്ടിത്തെറിപ്പിക്കപ്പെട്ട ആള് പാർട്ടിക്കിൾ ആയിരിക്കണം എന്നുള്ള എക്സ്പെരിമെന്റ് ആണ്. അങ്ങനെയാണ് ഇലക്ട്രോൺ പാർട്ടിക്കിൾ ആണെന്ന് നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ വേവ് നേച്ചർ ഒരുപക്ഷെ നമുക്ക് മനസ്സിലാക്കി തന്ന വളരെ പ്രധാനപ്പെട്ട ഒരു എക്സ്പെരിമെന്റ് കൂടിയാണ് തോമസ് യങ്സിന്റെ ഡബിൾ സ്പ്ലിറ്റ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇലക്ട്രോണിനെ 2 സ്ലിറ്റിൽ കൂടെ എന്ന് പറയുന്നത് 2 ടൈനി ഹോൾസിൽ കൂടെ 2 ചെറിയ തുളകളിൽ കൂടെ നമ്മൾ ഒരു ഇലക്ട്രോണിനെ വെറുതെ ഷൂട്ട് ചെയ്യാം. അപ്പോൾ ഇലക്ട്രോണിനെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സഞ്ചരിക്കുന്ന ഇലക്ട്രോണിന് ഒരേ ഇലക്ട്രോൺ തന്നെ ഈ സ്ലിറ്റിൽ കൂടെയും ഈ സ്ലിറ്റിൽ കൂടെയും പാസ് ചെയ്യും. ഈ 2 സ്ലിറ്റിൽ കൂടെ പാസ് ചെയ്തിട്ട് ഈ ഇലക്ട്രോൺ നമുക്ക് ഒരു പാറ്റേൺ ഫോം ചെയ്യും. ആ പാറ്റേൺ എന്ന് പറയുന്നത് ഡാർക്ക് വൈറ്റ് എന്നുള്ള പാറ്റേൺ ആണ് നമുക്ക് തരുന്നത്. ഇപ്പൊ ഒരു പാർട്ടിക്കിൾ ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ഇങ്ങനെ ഒരു പാറ്റേൺ ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല. കാരണം പാർട്ടിക്കിൾ ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ഇലക്ട്രോൺ ഒന്നുകിൽ ഈ ഹോളിൽ കൂടെ പാസ് ചെയ്യും, അല്ലെങ്കിൽ ഇലക്ട്രോൺ മറ്റേ ഹോളിൽ കൂടെ മാത്രമേ പാസ് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇത് വേവ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന കൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു പാറ്റേൺ ഒബ്സർവ് ചെയ്തത്. അത് മാത്രമല്ല, നമ്മൾ ഈ സ്ലിറ്റില് 2 സ്ലിറ്റില് ഈ ഒരു സ്ലിറ്റ് നമ്മൾ അടച്ചു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു സ്ലിറ്റ് അടച്ചു കഴിഞ്ഞാൽ ഈ പാറ്റേൺ ഒരു പക്ഷേ നമ്മൾ കാണില്ല. സോ നമ്മൾ 2 സ്ലിറ്റിൽ കൂടെയും
ഈ ഇലക്ട്രോൺ പാസ് ചെയ്യും എന്നുള്ള ഒരു അസംഷനിൽ മാത്രമേ, അല്ലെങ്കിൽ ആ രണ്ട് സ്ലിറ്റിൽ കൂടിയും ഒരു ഇലക്ട്രോൺ ആ രണ്ട് സ്ലിറ്റിൽ കൂടിയും പാസ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ഇങ്ങനൊരു പാറ്റേൺ ഒബ്സർവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇലക്ട്രോൺ ഒരു പാർട്ടിക്കിൾ ആയിരുന്നെങ്കിൽ ഈ രണ്ട് സ്ലിറ്റിൽ കൂടെയും ഇതിന് പാസ് ചെയ്യാൻ കഴിയുമായിരുന്നില്ല. കാരണം പാർട്ടിക്കിളിന് ഒരേ സമയത്ത് രണ്ട് സ്ഥലത്തിൽ കൂടെ പാസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇലക്ട്രോൺ ഒരു വേവ് ആയതുകൊണ്ട് ഈ രണ്ട് സ്ഥലത്തിൽ കൂടെ പാസ് ചെയ്യുമെന്നും അങ്ങനെ വേവ് ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു പാറ്റേൺ കിട്ടിയതെന്നും മനസ്സിലാക്കി വരുമ്പോൾ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഒരു വേവും കൂടിയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന്റെ പാർട്ടിക്കിൾ നേച്ചറും ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിന്റെ വേവ് നേച്ചറും കൂടി ചേർന്ന് ഇലക്ട്രോണിനെ ഒരു പാർട്ടിക്കൽ വേവ് ആക്കി മാറ്റുന്നു. അപ്പോൾ പ്രസക്തമായ ചോദ്യം ഇലക്ട്രോൺ വേവ് ആണോ പാർട്ടിക്കിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർട്ടിക്കിൾ വേവ് ആണ് എന്ന് നമുക്ക് പറയാം. ഒന്നുകിൽ പറയാം പാർട്ടിക്കിളും അല്ല വേവ് അല്ല മറ്റെന്തോ ആണ്, പാർട്ടിക്കിളും വേവ് നേച്ചറും കാണിക്കുന്ന ഒരു എൻറ്റിറ്റി ആണെന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ പാർട്ടിക്കിളുമാണ് വേവുമാണ്, ഇത് രണ്ടും ഒരുമിച്ചാണ് ഇലക്ട്രോൺ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എന്നുള്ളതാണ് ക്വാണ്ടം മെക്കാനിക്സ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഇനി ഇപ്പൊ നമ്മളൊരു ടോക്കിന് പേര് കൊടുക്കുമ്പോൾ നമ്മൾ ആ പേരിനൊരു നീതി ഏർപ്പെടണം അല്ലേ, ആ പേരിന് നമ്മളൊരു നീതി കാണിക്കണം ആ പേരിനോട്. അപ്പൊ ഇനി തൊട്ട് എക്സ്പെരിമെന്റ്സ് വിട്ടിട്ട് നമുക്ക് ക്വാണ്ടം മെക്കാനിക്സിന്റെ കുറച്ച് ഫിനോമിനൻസ്, അതിന്റെ ഒരു രസകരമായ കാര്യങ്ങളിലേക്ക് വരിക. ടണലിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫിനോമിനാണ് ക്വാണ്ടം മെക്കാനിക്സ്. ഇവിടെയാണ് നമ്മുടെ ഈ ഗാഥയും നമ്മുടെ മോഹൻലാലും വന്ദനും ഒക്കെ വരുന്നത്. ഇപ്പൊ മോഹൻലാൽ താക്കോല് വലിച്ചെറിഞ്ഞു. ഇപ്പൊ മോഹൻലാൽ താക്കോല് വലിച്ചെറിഞ്ഞു കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് ആ വീടിന്റെ അകത്തേക്ക് കയറണം എന്നാണെങ്കിൽ ഓടിപ്പോയി അന്വേഷിച്ച് താക്കോൽ എന്താന്ന് മനസ്സിലാക്കിയിട്ട് ആ താക്കോൽ വെച്ച് ഡോറ് തുറന്നിട്ട് ഗാഥയുടെ ഫോൺ കോൾ എടുക്കണം. അപ്പൊ നമ്മള് ഇപ്പൊ ഈ ഡയഗ്രാം നോക്കുകയാണെങ്കിൽ ഒരറ്റത്തെ മോഹൻലാൽ ഇരിക്കാന്ന് കരുതും. അപ്പൊ നിങ്ങൾക്ക് എൻ്റെ മൗസ് കാണാൻ കഴിയുമെങ്കിൽ ഒരു താഴെ മോഹൻലാൽ ഇരിക്കുന്നു. അപ്പൊ താക്കോൽ അദ്ദേഹം പോയി കണ്ടുപിടിച്ച് ബുദ്ധിമുട്ടി ഒരുപാട് എനർജി കളഞ്ഞ് അവസാനം താക്കോൽ വെച്ച് ഡോറ് തുറക്കുന്നു. അപ്പൊ ഈ മലയുടെ കുന്നിന്റെ മുകളിൽ ഡോറ് തുറക്കുന്ന പ്രക്രിയ സംഭവിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം നേരെ പോയി ഗാഥയുടെ ഫോൺ കോൾ അറ്റൻഡ് ചെയ്യുന്നു. ഇത് ക്ലാസിക്കൽ വേൾഡിൽ ഇങ്ങനെ സംഭവിക്കുള്ളൂ. ആ ക്ലൈമാക്സ് വളരെ ശരിയാണ്. പക്ഷെ ഇത് തന്നെ ക്വാണ്ടം മെക്കാനിക്സിലാണ് സംഭവിച്ചിരുന്നെങ്കിലോ അദ്ദേഹത്തിന് താക്കോൽ അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല, അദ്ദേഹത്തിന് ആ ഡോറിന്റെ അകത്തേക്ക് കൂടെ പെനിട്രേറ്റ് ചെയ്യാം. അപ്പോൾ അത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോഹൻലാൽ ഡോറിന്റെ അകത്തേക്ക് കൂടെ പെനിട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ മോഹൻലാൽ ക്വാണ്ടം മെക്കാനിക്കൽ വേൾഡിലായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഡോറിന്റെ അകത്തേക്ക് കൂടെ പെനിട്രേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇതിനെയാണ് നമ്മൾ ടണലിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു പാർട്ടിക്കിളിനെ ഒരു സ്ഥലത്ത് കാണാനുള്ളൊരു പ്രോബബിലിറ്റി ഉണ്ടെങ്കിലും അതൊരു പാർട്ടിക്കിൾ വേവ് ആയതുകൊണ്ട്, അപ്പൊ ഞാൻ പാർട്ടിക്കിൾ അല്ലെങ്കിൽ വേവ് എന്ന് പറയുമ്പോൾ എനിക്ക് പറയാനുള്ള സൗകര്യത്തിന് ഞാൻ പാർട്ടിക്കിൾ എന്ന് മാത്രമേ പറയുന്നുള്ളൂ, അത് വേവും കൂടിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം ഞാൻ ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പൊ അങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു വസ്തുവിന് ആ ഡോറ് തുറക്കാണ്ട് തന്നെ ഡോറിന്റെ അകത്തേക്കൂടെ കയറി മറ്റേ വശത്തെത്താം. അപ്പൊ സിസ്റ്റത്തിന്റെ ചെറിയൊരു കയ്യോ കാലോ ഒരു വിരലോ ഈ ഡോറിന്റെ അകത്തേക്കൂടെ തുറക്കാണ്ട് മറ്റേ ഭാഗത്ത് എത്താൻ പറ്റുമെങ്കിൽ പതുക്കെ കയ്യോ കാലോ ആദ്യം ഒരു വിരലിടും, അടുത്ത വിരലിടും, പിന്നെ കൈ മുഴുവനിടും, അത് കഴിഞ്ഞിട്ട് ബോഡി മുഴുവനിടും. അങ്ങനെ ആ പാർട്ടിക്കിൾ കംപ്ലീറ്റ് ആയിട്ട് മറ്റേ ഡയറക്ഷനിൽ എത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇതിനെയാണ് നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൽ ടണലിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ടണലിംഗ് എഫക്റ്റ് ഉള്ള ക്വാണ്ടം മെക്കാനിക്കൽ വേൾഡിലായിരുന്നെങ്കിൽ ഒരുപക്ഷെ മോഹൻലാൽ ഈ ഡോറിൽ കൂടെ ടീപ്പ് ചെയ്തിട്ട് അതിന്റെ അകത്തേക്ക് കൂടെ പോയിട്ട് ഈ പൂച്ചയൊക്കെ വരുന്നത് കണ്ടിട്ടുണ്ടോ, ചെറിയ തുളയിൽ കൂടെ ഈ പൂച്ച എങ്ങനെയെങ്കിലും ഒക്കെ കയറി ആദ്യം ഓരോ കൈ ഇട്ടിട്ട് തലയിട്ടിട്ട് മറ്റേ കൈ ഇട്ടിട്ട് കാലിട്ടിട്ട് ഇങ്ങനെ ടീപ്പ് ചെയ്ത് വരുന്ന പോലെ തന്നെ മറ്റേ ഡയറക്ഷനിലേക്ക് പോകാൻ ഒരു ചെറിയ പ്രോബബിലിറ്റി എന്തെങ്കിലും ഉണ്ട് എന്നാണെങ്കിൽ തീർച്ചയായിട്ടും ആ ടണലിംഗ് എഫക്റ്റ് സംഭവിച്ചിരിക്കും. അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ കുറച്ച് എനർജി സ്പെൻഡ് ചെയ്യണം. ഇവിടെ ഒരു ഇനീഷ്യൽ കിക്ക് അല്ലെങ്കിൽ എനർജി എന്ന് പറയുന്നത് ഗാഥ എവിടെ വിളിക്കുന്നു എന്നുള്ളൊരു ആവശ്യമാണ്. അപ്പൊ ആ ആവശ്യം മോഹൻലാലിന്റെ മനസ്സിലേക്ക് ഇരിക്കുമ്പോൾ നാച്ചുറലി ഒരു വിരൽ അദ്ദേഹം പതുക്കെ ഡോറിന്റെ അകത്തേക്കൂടെ മറ്റേ സൈഡിലേക്ക് ഇടും. ഈ ചില പ്രേതങ്ങളൊക്കെ ഡോറിന്റെ അകത്തേക്കൂടെ, ഡോർ ഉണ്ടെങ്കിലും പ്രേതങ്ങളെയൊന്നും നമുക്ക് പിടിച്ചു കെട്ടാൻ പറ്റില്ല. ആ പ്രേതം ഡോറിൽ കൂടെ പെനിട്രേറ്റ് ചെയ്ത് പോകുന്നു എന്ന് പറയുന്ന പോലെ ഈ ഡോറിൽ കൂടെ ഒരുപക്ഷെ മോഹൻലാൽ പെനിട്രേറ്റ് ചെയ്ത് മറ്റേ സമയത്തെത്തിയതിനെതിരെയാണ് നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൽ ടണലിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ക്ലാസിക്കൽ പിക്ചറിലാണെങ്കിൽ നമ്മൾ ജീവിക്കുന്ന വേൾഡിലാണെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു മോഹൻലാൽ നേരെ പോകും, ഡോറ് കാണും, പക്ഷെ ഡോറിൽ കൂടെ അദ്ദേഹത്തിന് പോകാൻ പറ്റില്ല, അതുകൊണ്ട് അദ്ദേഹം തിരിച്ചു വരും. ഒരുപക്ഷെ അതൊരു പാർട്ടിക്കിൾ ആയിരുന്നെങ്കിൽ മോഹൻലാലിനെ പോലെ. പക്ഷെ ക്വാണ്ടം മെക്കാനിക്കൽ പിക്ചർ അനുസരിച്ച് ഇതൊരു വേവ് ആണ്. ഇപ്പൊ മോഹൻലാൽ പതുക്കെ ഡോറിന്റെ അകത്തേക്ക് പോകുന്നു, ഗാഥ വിളിക്കുന്നു. ഇപ്പൊ ഡോറിന്റെ അകത്തേക്ക് കൂടെ മാക്സിമം പെനിട്രേറ്റ് ചെയ്യാൻ പോകുന്നു. അപ്പൊ ഒരു ചെറിയ റെഡ് റീജിയൻ മോഹൻലാലിന്റെ വിരല് മാത്രം ആ ഡോറിൽ കൂടെ പെനിട്രേറ്റ് ചെയ്ത് പോകുന്നു. അപ്പൊ ആദ്യം വിരല് പെനിട്രേറ്റ് ചെയ്ത് പോയി, പിന്നെ കൈ പെനിട്രേറ്റ് ചെയ്ത് പോയി, പിന്നെ തല പെനിട്രേറ്റ് ചെയ്ത് പോയി, പിന്നെ വയറ് പെനിട്രേറ്റ് ചെയ്ത് പോയി, കാല് പെനിട്രേറ്റ് ചെയ്ത് പോയി, പതുക്കെ ഈ ഡോറിലൂടെ ഒരുപക്ഷെ പെനിട്രേറ്റ് ചെയ്ത് പോയാനെ
അദ്ദേഹം ഫോൺ കോൾ എടുത്തതിനെ ഗാദിയുമായിട്ട് കണ്ടേനെ. ഇതിനെയാണ് നമ്മൾ ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആശയം ഇങ്ങനെയാണ്. ഇതിനെയാണ് നമ്മൾ ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് എന്ന് പറയുന്നതെങ്കിൽ കൂടിയും ഇതൊക്കെ വെറുതെ പറഞ്ഞു വെച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ. പ്രകൃതിയിൽ ഇതൊക്കെ കാണുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ പ്രകൃതിയിൽ നിന്ന് ടണലിംഗ് എഫക്റ്റിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ആപ്ലിക്കേഷനാണ് സ്കാനിങ് ടണലിംഗ് മൈക്രോസ്കോപ്പി എന്ന് പറയും. ഒരുപക്ഷെ ഒരു വസ്തുവിൻ്റെ സർഫസ് ഇങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കുക. അപ്പോൾ ഞാനൊക്കെ റിസർച്ച് ചെയ്യുന്ന ടൈമിൽ ഞങ്ങൾ കുറച്ച് പോളിമേഴ്സ് ഒക്കെ ഉണ്ടാക്കിയെടുത്തിട്ട്, പോളിമർ DNA RNA പ്രോട്ടീൻ പോലുള്ള കുറച്ച് പോളിമറൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ട് ആ പോളിമറിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണ് STM. സ്ട്രക്ചർ എങ്ങനെയാണെന്ന് സെൻസ് അപ്പോൾ എന്താ പറയുക, കെമിസ്ട്രിക്കാർ പറയുന്ന സ്ട്രക്ചർ എന്നുള്ള അർത്ഥത്തിലല്ല, കോമ്പോസിഷൻ എന്നുള്ള അർത്ഥത്തിലല്ല, ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് ഇവർ തമ്മിൽ പരസ്പരം നിൽക്കുന്നത്, ഇവരുടെ ഓറിയന്റേഷൻ എങ്ങനെയാണ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണ് സ്കാനിങ് ടണലിംഗ് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. സ്കാനിങ് ടണലിംഗ് മൈക്രോസ്കോപ്പ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോണിനെ നമ്മുടെ സബ്സ്റ്റൻസിൽ കൂടെ, ഇപ്പോൾ ഈ കാണിച്ചേക്കുന്ന ഈ ബ്ലോക്കാണ് നമ്മുടെ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്, എൻ്റെ വസ്തു, എൻ്റെ പോളിമർ, അല്ലെങ്കിൽ അതിൽ കൂടെ ഇലക്ട്രോണിനെ പാസ് ചെയ്ത് വിടുന്നു. അപ്പോൾ ഈ ഇലക്ട്രോണിനെ പാസ് ചെയ്ത് വിട്ടിട്ട് ഇലക്ട്രോൺ ഇതിൻ്റെ അകത്തേക്ക് പോകുന്നു. എന്നിട്ട് എൻ്റെ പോളിമറിൻ്റെ ആ വസ്തുവിൻ്റെ അകത്തുള്ള കോമ്പോസിഷൻ, അതിൻ്റെ അറ്റോമിക് അറേഞ്ച്മെൻറ്റിനെയൊക്കെ ആശ്രയിച്ച് ഈ ഇലക്ട്രോൺ ഇതിൽ കൂടെ ടണൽ ചെയ്ത് പാസ് ചെയ്ത് പോകുന്നു. ഈ പാസ് ചെയ്ത് പോകുന്ന ഇലക്ട്രോണിനെ നമ്മൾ അനലൈസ് ചെയ്യുന്നു. അപ്പോൾ എൻ്റെ പോളിമർ വസ്തുവിൻ്റെ കോമ്പോസിഷൻ ഇങ്ങനെയാണ്, അവിടെ ഒരു കുന്നു പോലെയുണ്ട്, എൻ്റെ പോളിമറിൻ്റെ സ്ട്രക്ചറിൽ അവിടെ ഒരു കുന്നു പോലെയുണ്ട്, ഇവിടെ ഇങ്ങനെയുണ്ട്, അവിടെ അങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ, ഇതിൻ്റെ ഒരു കോമ്പോസിഷൻ സ്ട്രക്ചർ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രധാനപ്പെട്ട ഒരു എക്സ്പെരിമെൻ്റ് ആണ് സ്കാനിങ് ടണലിംഗ് മൈക്രോസ്കോപ്പി. ഇതിൽ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോണിനെ നമ്മൾ ഏറെ കൂടിയാണ് വിടുന്നത്. അപ്പോൾ നമ്മുടെ സബ്സ്റ്റൻസ് ഇവിടെ നിൽക്കുന്നു, ഇലക്ട്രോണിന് വിടാൻ വേണ്ടിയിട്ടൊരു ആയുധം, ആ ഒരു ഗൺ എന്ന് പറയുന്ന ഇത് ഈ സബ്സ്റ്റൻസുമായിട്ട് മുട്ടിയില്ല എന്നുള്ളൊരവസ്ഥയായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എയറാണ്. ഈ എയറിൽ കൂടെ ഇലക്ട്രോൺ ഒരിക്കലും പാസ് ചെയ്യില്ല. നമുക്ക് ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്, ഇലക്ട്രോണിനെ പിടിച്ച് വലിക്കാൻ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്. പക്ഷേ ആ പിടിച്ച് വലിക്കാനുള്ളൊരു പോസിറ്റീവ് ചാർജ് ഉള്ളത് കൊണ്ട് ഇലക്ട്രോൺ എന്ന് പറയുന്ന ആ ഒരു എൻറ്റിറ്റി, ആ ഒരു ക്വാണ്ടം മെക്കാനിക്കൽ പാർട്ടിക്കിൾ യഥാർത്ഥത്തിൽ ഈ എംപ്റ്റി സ്പേസിലൂടെ, ഈ എയറിലൂടെ ടണൽ ചെയ്ത് പോകും. അപ്പോൾ ഇതിൽ കൂടെ നോർമൽ ഗതിയിൽ ഇലക്ട്രോൺ ഈ എയറിൽ കൂടെ ടണൽ ചെയ്ത് പോകാൻ പറ്റില്ല. അങ്ങനെ പോകാൻ പറ്റിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ പറയുന്ന ലോകത്ത് അവിടെ ഇവിടെ ഇലക്ട്രോൺസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. പക്ഷേ ടണൽ ചെയ്ത് പോകാൻ പറ്റില്ല. പക്ഷേ ഈ പോസിറ്റീവ് ചാർജിൻ്റെ പ്രസൻസിൽ സംഭവിക്കുന്നത്, ഈ ഇലക്ട്രോൺ ഒരു വേവ് ആയതുകൊണ്ട് ഒരു ചെറിയ ഇവിടെ ഒരു എനർജിക്ക് ബാരിയർ ഉണ്ടെങ്കിലും, ഈ ആരോ നിങ്ങൾക്ക് കാണുന്ന പോലെ ഒരു ബാരിയർ ഉണ്ടെങ്കിൽ കൂടിയും ഇലക്ട്രോണിന് പതുക്കെ കുറച്ചെങ്കിലും ആ വേവിന് ടണൽ ചെയ്ത് പോകാൻ പറ്റിയാൽ ഇലക്ട്രോൺ കംപ്ലീറ്റ് ആയിട്ട് ടണൽ ചെയ്ത് പോകുന്നു, ഈ സർഫസിൽ കൂടെ പോകുന്നു, അത് എല്ലാവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് ആ സബ്സ്റ്റൻസിൻ്റെ, ആ വസ്തുവിൻ്റെ, എൻ്റെ ആ ഒരു വസ്തുവിൻ്റെ സ്ട്രക്ചർ നമുക്ക് മനസ്സിലാക്കി തരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ ഫ്രീ എയറിൽ കൂടെ ഇലക്ട്രോൺ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കാരണം ടണലിംഗ് എഫക്റ്റ് ആണ്. പിന്നെ മറ്റൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് അമോണിയ. ഇപ്പോൾ അമോണിയയുടെ മണം നിങ്ങളെല്ലാവരും മണത്ത് കാണാം. അമോണിയയ്ക്ക് ഭയങ്കര മണമാണ്. ഈ ഹെയർ ഡൈസിലൊക്കെ ഏറ്റവും കൂടുതൽ ഉള്ളത് ഈ അമോണിയയാണ്. അമോണിയ ഇല്ലാത്ത ഹെയർ ഡൈ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. ആ അമോണിയയുടെ സ്ട്രക്ചർ നൈട്രജന് 3 ഹൈഡ്രജനാണ്, NH3. അപ്പോൾ നിങ്ങളെല്ലാവരും മഴയായിട്ട് ഈ കുടയും മഴ സമയത്ത് കുടയായിട്ട് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി കാണാം. അപ്പോൾ മഴയായിട്ട് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻവേർഷൻ എന്നുള്ളൊരു പോസിബിലിറ്റി നടക്കും. അതായത് ശക്തമായിട്ട് കാറ്റടിക്കുന്ന സമയത്താണ് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നതെങ്കിൽ സംഭവിക്കുന്നത് എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മളെ ഇത്രയും നേരം ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന കുട അതിൻ്റെ ദിശ തന്നെ മാറ്റിക്കളയും അല്ലേ. അപ്പം നമ്മളെ മൂടി നിൽക്കുന്ന കുട നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോകും. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി കാണും. അപ്പോൾ അതുപോലെ തന്നെ ഈ അമോണിയ, 3 ഹൈഡ്രജൻ ആറ്റം ഇടത് ഭാഗത്തേക്ക് നിൽക്കുന്ന ഈ അമോണിയ കുറച്ച് കഴിഞ്ഞാൽ 3 ഹൈഡ്രജൻ ആറ്റം വലത് ഭാഗത്തേക്കാവും. അപ്പോൾ ഈ 3 ഹൈഡ്രജൻ ആറ്റം യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 ഹൈഡ്രജൻ ആറ്റവും ഇടത് ഭാഗത്തേക്ക് നിൽക്കുന്നത് നേരെയായി റൈറ്റിലേക്ക് പോവാണ്. ലെഫ്റ്റ് സ്ട്രെയിറ്റ് ലൈറ്റ് എന്നാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ലെഫ്റ്റ് സ്ട്രെയിറ്റ് ടു റൈറ്റ് ഈ മൂവ്മെൻറ്റ് സംഭവിക്കാൻ കാരണവും ഈ പറയുന്ന ടണലിംഗ് എഫക്റ്റ് എന്നുള്ള പ്രോസസ്സാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടത് ഭാഗത്തേക്ക് നിൽക്കുന്ന ഹൈഡ്രജൻ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കാൻ ഒരു എനർജി ബാരിയർ വേണം. ആ എനർജി ബാരിയർ നോർമൽ കേസിൽ അമോണിയക്ക് കിട്ടൂല. അത് എനർജി ബാരിയർ ഇത്തിരി കൂടുതലാണ്, വെറുതെ അത് സംഭവിക്കില്ല. ഇത്തിരി എനർജി കൊടുക്കുമ്പോൾ ഈ ടണലിംഗ് എഫക്റ്റ് എന്നുള്ളൊരു പോസിബിലിറ്റി അവിടെ ഉള്ളത് കൊണ്ട് ഈ അമോണിയയുടെ ഇൻവേർഷൻ നടക്കുകയും ചെയ്യും. നമുക്ക് ഈ പ്രോസസ്സ് അമോണിയയുടെ ഇൻവേർഷൻ നമുക്ക് കൃത്യമായിട്ട് കാണാനും കഴിയും. അത് എക്സ്പെരിമെന്റലി പ്രൂവ്ഡ് ആണ്. ആ പ്രൂവ് ചെയ്ത എക്സ്പെരിമെന്റൽ ഫാക്റ്റ് ആണ് മുകളിലും താഴെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഡീറ്റെയിൽസിലേക്ക് ഒന്ന് പോകണ്ട. അപ്പോൾ നമ്മൾ ഇത്ര മനസ്സിലാക്കുക, ആ കുടയ്ക്ക് നേരെ നമ്മൾ ചൂടുന്ന ഒരു കുട, നമ്മൾ സാധാരണ ഒരു കാലം കുടയിൽ ഇത് സംഭവിക്കാറില്ല, പക്ഷേ
സാധാരണ കുടയിൽ സംഭവിക്കുന്നത് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലൊക്കെ കുട തിരിഞ്ഞു പോകും. അപ്പോൾ കുട തിരിയുന്നതിന് തൊട്ട് മുമ്പ് കുട നമ്മുടെ ഇതിലേക്ക് ഫോക്കസ് ചെയ്തിരിക്കുന്നു, പിന്നെ കുട സ്ട്രെയിറ്റ് ആകുന്നു, അത് കഴിഞ്ഞിട്ടാണ് കുട തിരിയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ സ്ട്രെയിറ്റ് ആകുന്ന അവസ്ഥ, അങ്ങനെ ഒരു എനർജി ബാരിയർ ഉള്ള സമയത്ത് ഈ ടണലിംഗ് എഫക്റ്റ് കൊണ്ടാണ് യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ കുട യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന ആ പ്രോസസ്സ് ശരിക്കും പറഞ്ഞാൽ ടണലിംഗ് എഫക്റ്റ് ആണ്. കുടയുടെ കാര്യത്തിൽ ടണലിംഗ് അല്ലാതെ ഉള്ളൂ, കാരണം അതൊരു പാർട്ടികളാണ്. ഇനി മറ്റൊരു സാധനം റേഡിയോ ആക്ടിവിറ്റി. നിങ്ങൾ എല്ലാവരും കേട്ട് കാണും. റേഡിയോ ആക്ടിവിറ്റി എന്ന് കേൾക്കുമ്പോൾ അറ്റോമിക് ബോംബാണ് ഓർമ്മ വരുന്നത്. ഹിരോഷിമ, നാഗാസാക്കി മുതലായ കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മ വരും. അപ്പോൾ അവിടെ സംഭവിക്കുന്ന രണ്ട് ഇമ്പോർട്ടൻറ്റ് പ്രോസസ്സാണ് ന്യൂക്ലിയർ ഫിഷൻ, ന്യൂക്ലിയർ ഫ്യൂഷൻ. ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറഞ്ഞാൽ ഒരു വലിയ ന്യൂക്ലിയസ് പൊട്ടി പല ചെറിയ ന്യൂക്ലിയൈ ആയിട്ട് മാറും. ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 or 3 ന്യൂക്ലിയൈ ഒരുമിച്ച് കമ്പൈൻ ചെയ്തിട്ട് വലിയൊരു ന്യൂക്ലിയൈ ആയിട്ട് മാറും. ഇതിനെയാണ് ന്യൂക്ലിയർ ഫിഷൻ, ഫ്യൂഷൻ എന്ന് പറയുന്നത്. അതിൽ ന്യൂക്ലിയർ ഫിഷനിൽ സംഭവിക്കുന്നതാണ് ഒരു പാരന്റ് ന്യൂക്ലിയൈ, വലിയൊരു ന്യൂക്ലിയസ്, അത് പൊട്ടിത്തെറിച്ചിട്ട് ഒരു ഡോട്ടർ ന്യൂക്ലിയൈ ആയിട്ടും ആൽഫ പാർട്ടികളായിട്ടും മാറുന്നത്. അപ്പോൾ ഒരു പാരന്റ് ന്യൂക്ലിയൈ, ഡോട്ടർ ന്യൂക്ലിയൈ, ആൽഫ പാർട്ടികളായിട്ട് മാറുന്നത്. അപ്പോൾ ന്യൂക്ലിയസ് തന്നെ പൊട്ടിയിട്ടാണ് പുറത്തേക്ക് ചെറിയൊരു ന്യൂക്ലിയസും ബാക്കി വന്ന ഭാഗം ആൽഫ പാർട്ടികളായിട്ട് മാറും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആൽഫ പാർട്ടികൾ ന്യൂക്ലിയസിന്റെ, ഈ ആൽഫ പാർട്ടികളിൽ ഈ പാരന്റ് എന്ന് പറയുന്ന ന്യൂക്ലിയസിന്റെ പുറത്തേക്ക് വരണം എന്നാണെങ്കിൽ അതിനും കുറച്ച് എനർജി ബാരിയർ വേണം. ആ എനർജി ബാരിയർ കൊടുക്കാനൊന്നും ആ ന്യൂക്ലിയസിന് തരയില്ല. പിന്നെ എങ്ങനെ ഇത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയും ടണലിംഗ് എഫക്റ്റ് ആണ്. സോ ഒരു ചെറിയ പ്രോബബിലിറ്റി ഉണ്ട് ഈ ആൽഫ പാർട്ടികൾ എന്നുള്ളത് ഒരു ക്വാണ്ടം മെക്കാനിക്കൽ എൻറ്റിറ്റിയും കൂടി ആയതുകൊണ്ട് പുറത്തേക്ക് വരാനുള്ളൊരു സാധ്യത ടണലിംഗ് എഫക്റ്റ് കൊടുക്കുന്നു. ആ പുറത്തേക്ക് വരാനുള്ളൊരു സാധ്യതയെ കംപ്ലീറ്റ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ആൽഫ പാർട്ടികൾ ടപ്പയെന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് വരുന്നത്. അവിടെയും നമ്മൾ ടണലിംഗ് എഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും. മറ്റൊന്ന്, ഈ ടണലിംഗ് എഫക്റ്റ് എന്ന് പറയുന്ന ഈ മോഹൻലാലിന്റെയും ഗാഥയുടെയും കഥ ഒരു പക്ഷേ എക്സിസ്റ്റ് ചെയ്യുന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ ഈ കാണുന്ന സൂര്യപ്രകാശം നമുക്ക് കിട്ടില്ലായിരുന്നു. കാരണം നമ്മൾ ഇന്ന് കാണുന്ന ജീവന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് സൺലൈറ്റ് ആണ്, അതിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ ഈ സൺലൈറ്റിൽ സൂര്യൻ പ്രകാശിക്കാൻ അവിടെ കാരണം ഹൈഡ്രജൻ ആറ്റംസ് എല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ട് ഹീലിയമായി മാറി. ആ സമയത്ത് ആ ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ഷൻ്റെ ടൈമിൽ നമുക്ക് ഒരുപാട് എനർജി കിട്ടും എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ്. അപ്പോൾ ഈ എനർജി കിട്ടണം എന്നാണെങ്കിൽ ഈ ഹൈഡ്രജൻ ആറ്റംസ് പരസ്പരം കമ്പൈൻ ചെയ്യണ്ടേ, പരസ്പരം വന്ന് മുട്ടണ്ടേ. അപ്പോൾ സംഭവിക്കുന്നത് 3-4 ഹൈഡ്രജൻ ആറ്റംസ് ഒരുമിച്ച് വന്ന് കൊളൈഡ് ചെയ്യാണ്, പരസ്പരം മുട്ടുകയാണ്. മുട്ടിയിട്ട് ഇതെല്ലാം കൂടി ഒരു ഹീലിയം ആറ്റമായിട്ട് മാറുകയാണ്. ഓക്കെ, ഞാൻ 1, 2, 3 എന്നുള്ളത് വെറുതെ സംഖ്യകളാണ്, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുന്നു. പ്രോപ്പർ ഇക്വേഷൻ ഒന്നും പറയുന്നില്ല. അപ്പോൾ കൺസെപ്റ്റ് മാത്രം മനസ്സിലാക്കുക. 1 അല്ലല്ലോ സാറേ 2 അല്ലേ, അങ്ങനെയല്ല. ഞാൻ ഉദ്ദേശിച്ചത് ഒരുപാട് ന്യൂക്ലിയൈ ഒരുമിച്ച് വന്ന് മുട്ടിയിട്ട് ഒരു വലിയ ന്യൂക്ലിയൈ ആയിട്ട് മാറുന്നു. പക്ഷെ ഇങ്ങനെ വന്ന് മുട്ടുമ്പോഴുള്ള പ്രശ്നം, മുട്ടാൻ വരുന്ന 2 പേരിന്റെ ന്യൂക്ലിയസ് തമ്മിലൊരു റിപ്പൾഷൻ ഉണ്ടാവും. ഈ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് നല്ല ഹൈലി പോസിറ്റീവ് ചാർജാണ്. അപ്പോൾ പരസ്പരം കൊളൈഡ് ചെയ്യാൻ വരുന്ന, പരസ്പരം കമ്പൈൻ ചെയ്യാൻ വരുന്ന ആൾക്കാർ 2 പേര് തമ്മിൽ കെട്ടിപ്പിടിക്കാൻ വരുമ്പോൾ, നമുക്കിപ്പോൾ നമ്മൾ നമ്മുടെ അനിയനെ, ഫ്രണ്ടിനെയൊക്കെ കെട്ടിപ്പിടിക്കുമ്പോൾ നമുക്കറിയാം മുഖത്തോട് മുഖം കെട്ടിപ്പിടിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ അകത്തേക്ക് നമുക്ക് പെനിട്രേറ്റ് ചെയ്ത് പോകാൻ പറ്റില്ല. 2 പേരും ഒന്നായിട്ട് എക്സിസ്റ്റ് ചെയ്യാനൊന്നും നമുക്ക് പറ്റില്ല. കാരണം അവിടെ ഒരു ബാരിയർ ഉണ്ട്, അവരൊരു ബ്ലോക്ക് ഉണ്ട്. അതുപോലെ തന്നെയാണ് ഹൈഡ്രജൻ ആറ്റംസ് അല്ലെങ്കിൽ പല ന്യൂക്ലിയസും പരസ്പരം കമ്പൈൻ ചെയ്യുമ്പോൾ ഒരു റിപ്പൾഷൻ പറയും. 2 ന്യൂക്ലിയസ് തമ്മിൽ ഹൈലി റിപ്പൾഷൻ ഉണ്ട്. ഈ റിപ്പൾഷൻ ഉണ്ടായിട്ടും പരസ്പരം കമ്പൈൻ ചെയ്യാൻ കാരണവും ഈ ടണലിംഗ് എഫക്റ്റ് ആണ്. റിപ്പൾഷൻ ഉണ്ട് ശരി, പക്ഷേ ഈ വേവ് നേച്ചർ ഉള്ളത് കൊണ്ട് ഈ ഓപ്പോസിറ്റ് വരുന്ന 2 വേവ്സും, മുട്ടാൻ വരുന്ന 2 വേവ്സും തമ്മിൽ പരസ്പരം കമ്പൈൻ ചെയ്യാനുള്ള ചെറിയൊരു സാധ്യതയുണ്ട്. ആ സാധ്യതയെ പൂർണ്ണമായിട്ടും ഉപയോഗിച്ച് പതുക്കെയാണ് ഇവർ തമ്മിൽ കമ്പൈൻ ചെയ്യുന്നത്. ആ കോമ്പിനേഷൻ നടക്കുന്നത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്നുള്ള പ്രോസസ് പ്രക്രിയ നടക്കുകയും നമുക്ക് സൂര്യ വെളിച്ചം കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ പറയുന്ന വന്ദനത്തിൻ്റെ ക്ലൈമാക്സ്, അതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന ടണലിംഗ് എഫക്റ്റ് ആണ്. ഇനി ക്വാണ്ടം മെക്കാനിക്സിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തു കൂടിയാണ് ഷ്രോഡിഞ്ചേഴ്സ് കാറ്റ് പാരഡോക്സ് എന്ന് പറയുന്നത്. എന്താണ് ഷ്രോഡിഞ്ചേഴ്സ് കാറ്റ് പാരഡോക്സ്? പക്ഷേ പബ്ലിക് ടോക്സിലൊന്നും ഞാനത് പറഞ്ഞിട്ടില്ല. എൻ്റെ ചാനലിൽ ഞാനത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി, കോളേജുകളിലൊക്കെ സംസാരിക്കുമ്പോൾ പറയുന്നതിൽ കൂടി, മറ്റേ കുമ്പിടി എഫക്റ്റ് എന്നുള്ള ടോക്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എന്താണ് ഷ്രോഡിഞ്ചേഴ്സ് കാറ്റ് പാരഡോക്സ്? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു ബോക്സ് ഉണ്ട്. ആ ബോക്സിൻ്റെ അകത്ത് നമ്മളൊരു പൂച്ചയെ കൊണ്ടുവച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങളെല്ലാവരും എൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു. നിങ്ങളെല്ലാവരും എറണാകുളത്ത് എൻ്റെ വീട്ടിലേക്ക് വന്നു. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം തരുന്നു. അപ്പോൾ ഭക്ഷണം തരുന്നതിന് മുമ്പ് ഞാനൊരു പൂച്ചയെ ഒരു പെട്ടിക്കകത്ത് വെച്ചു. അപ്പോൾ കുറച്ച് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. വെറുതെ പൂച്ചയെ പെട്ടിക്കകത്ത് വെക്കുക. ആ പൂച്ചയെ കൊല്ലാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു വിഷം, ഹൈഡ്രജൻ സയനൈഡ്, പൊട്ടാസ്യം സയനൈഡ്, എന്തോ ഒരു വിഷം, എന്തോ ആയിക്കോട്ടെ, ഞാനൊരു വിഷം വെക്കുന്നു. ആ വിഷം വെച്ചിരിക്കുന്ന ഒരു കുപ്പിയിലാണ്. ആ കുപ്പി പൊട്ടിക്കാൻ ഞാനൊരു ഹാമർ, ഒരു ചുറ്റിക വയ്ക്കുന്നു. ആ ചുറ്റികയെ അനക്കാൻ വേണ്ടിയിട്ട് ഒരു ഗീഗർ മുള്ളർ കൗണ്ടർ വയ്ക്കുന്നു. അതൊരു ഇൻസ്ട്രുമെൻ്റ് ആണെന്ന് മനസ്സിലാക്കിയാൽ മതി. ആ ഗീഗർ മുള്ളർ കൗണ്ടർ എന്ന് പറയുന്നത് റേഡിയോ ആക്ടിവിറ്റി ഡിറ്റക്ട് ചെയ്യുന്നൊരു ഇൻസ്ട്രുമെൻ്റ് ആണ്. എന്നിട്ട് ആ ഇൻസ്ട്രുമെൻറ്റിനെ ആക്ടിവേറ്റ് ചെയ്യാൻ ഞാനൊരു റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ആ പെട്ടിക്കകത്തേക്ക് വയ്ക്കുന്നു. എന്നിട്ട് ആ ബോക്സ് അടയ്ക്കുന്നു, ആ പെട്ടി അടയ്ക്കുന്നു.
ഇനി ആ പെട്ടി തുറന്നു നോക്കാൻ പാടില്ല. ഇതാണ് റൂൾ. അപ്പോൾ ഇവിടെ സംഭവിക്കാൻ സാധ്യതയുള്ള പ്രോസസ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസിൽ നിന്ന് ആൽഫയോ ബീറ്റയോ ഗാമയോ എന്തെങ്കിലും റേഡിയേഷൻ പുറത്തു വരും. അതെപ്പോഴാണ് പുറത്തു വരുന്നതെന്ന് നമുക്കറിയില്ല. അങ്ങനെ പുറത്തു വരുന്ന റേഡിയേഷൻ നേരെ ഗീഗർ മുള്ളർ കൗണ്ടറിലേക്ക് വീഴും. അപ്പോൾ റേഡിയേഷൻ ഏത് ഡയറക്ഷനിലേക്ക് വേണമെങ്കിലും പോവാം. അപ്പോൾ ഏത് ഡയറക്ഷനിലേക്ക് വേണമെങ്കിലും പോകാൻ കഴിയുന്ന റേഡിയേഷൻ എപ്പോഴെങ്കിലും ഗീഗർ മുള്ളർ കൗണ്ടറിലേക്ക് വീഴും. ഈ ഗീഗർ മുള്ളർ കൗണ്ടറിൽ ഈ റേഡിയേഷൻ വന്ന് വീഴുമ്പോൾ നാച്ചുറലി ഇൻസ്ട്രുമെൻ്റ് ആക്ടിവേറ്റഡ് ആവും. മുകളിൽ നോക്കുന്ന ആ ഒരു കൈ താഴ്പോട്ടാകും. അത് താഴ്പോട്ടാകുമ്പോൾ ആ ഹാമർ, മുകളിൽ നിൽക്കുന്ന ഹാമർ താഴെ വന്ന് കുപ്പി പൊട്ടിക്കും. കുപ്പി പൊട്ടിച്ചു കഴിയുമ്പോൾ ഈ വിഷം പൂച്ചയുടെ മുകളിലേക്ക് വീഴും. വിഷം പൂച്ചയുടെ മുകളിലേക്ക് വീഴിഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറലി കുറേ നേരം കഴിഞ്ഞ് വിഷത്തിൻ്റെ എഫക്റ്റ് കാരണം പൂച്ച മരിക്കും. പക്ഷേ എപ്പോഴാണ് റേഡിയോ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ റേഡിയേഷൻ പുറത്ത് വിടുന്ന റേഡിയേഷൻ എപ്പോഴാണ് ഈ കൗണ്ടറിൽ ഈ ഇൻസ്ട്രുമെൻറ്റിൽ വീഴുന്നത്, വീണ് കഴിഞ്ഞാൽ എപ്പോഴാണ് ചുറ്റിക വന്ന് കുപ്പി പൊട്ടിക്കുന്നത്, കുപ്പി പൊട്ടിച്ചു കഴിഞ്ഞാൽ വിഷം എപ്പോഴാണ് തെറിച്ച് പൂച്ചയുടെ ദേഹത്തേക്ക് വീഴുന്നത്, എപ്പോഴാണ് വിഷം ദേഹത്തേക്ക് വീണ് കഴിഞ്ഞിട്ട് എത്ര സമയം എടുക്കും പൂച്ചയ്ക്ക് മരിക്കാൻ, ഇതൊന്നും നമുക്കറിയില്ല. പക്ഷേ ഞാൻ നിങ്ങൾക്ക് ഭക്ഷണമൊക്കെ തരുന്നു, എല്ലാ ഭക്ഷണവും കഴിച്ചു കഴിഞ്ഞിട്ട്, അപ്പോൾ നിങ്ങൾ കൊറോണയായിട്ട് എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ കൊറോണ ആയതുകൊണ്ട് മാസ്ക് ഒക്കെ ഇട്ട് വരിക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും നിങ്ങളൊക്കെ ക്ഷണിച്ചു പോയി, നിങ്ങൾ വന്നേ പറ്റൂ. അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് ഭക്ഷണമൊക്കെ കഴിഞ്ഞു നിങ്ങൾ തിരിച്ചു പോകാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ ചോദിച്ചു, അല്ലെങ്കിൽ ഫ്രാൻസിസ് സാർ എന്നോട് ചോദിച്ചു, സാറേ ആ പെട്ടിയിൽ ഇപ്പോൾ എന്തായിരിക്കും സംഭവിച്ചിരിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 പോസിബിലിറ്റി ആണുള്ളത്. ഒന്നുകിൽ ആ പൂച്ച ചത്ത് അല്ലെങ്കിൽ പൂച്ച ജീവിച്ചിരിപ്പുണ്ട്. ഇത് നമുക്ക് മനസ്സിലാക്കണം എന്നാണെങ്കിൽ ആ പെട്ടി തുറന്നു നോക്കണം. ഇവിടെയാണ് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഈ ഷ്രോഡിഞ്ചേഴ്സ് ക്യാറ്റ് പാരഡോക്സിൻ്റെ ഒരു പ്രശ്നം, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ചിന്തകൾക്ക് ഒരു പ്രസക്തി കിടക്കുന്നത്. നമുക്ക് തീർച്ചപ്പെടുത്തി പറയാൻ കഴിയില്ല ഇത് പൂച്ച മരിച്ചോ ഇല്ലയോ എന്ന്. പെട്ടി തുറക്കാത്തിടത്തോളം കാലം നമുക്ക് തീർച്ചപ്പെടുത്താൻ കഴിയില്ല. പെട്ടി തുറക്കാൻ പാടില്ല എന്നുള്ളത് നിയമവുമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന, അപ്പോൾ ഫ്രാൻസിസ് സാർ എന്നോട് ചോദിക്കുമ്പോൾ എനിക്ക് പറയാൻ പറ്റുന്ന ഒരേ ഒരു ഉത്തരം എന്ന് പറയുന്നത്, പൂച്ച 2 ക്വാണ്ടം സ്റ്റേറ്റ്സിൽ നിൽക്കുകയാണ്. പൂച്ച ചത്ത ക്വാണ്ടം സ്റ്റേറ്റിലും ജീവിച്ചിരിക്കുന്ന ക്വാണ്ടം സ്റ്റേറ്റിലും, അല്ലെങ്കിൽ മരിക്കുന്ന പൂച്ചയും ജീവിക്കുന്ന പൂച്ചയും തമ്മിൽ കോ എക്സിസ്റ്റ് ചെയ്യുകയാണ്, ഒരുമിച്ച് എക്സിസ്റ്റ് ചെയ്യുകയാണ് എന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയുള്ളൂ. കാരണം ചിലപ്പോൾ വിഷം പൂച്ചയുടെ ദേഹത്തേക്ക് വീണ് കാണാം, പൂച്ച പകുതി മരിച്ച് കാണാം. അപ്പോൾ പകുതി ജീവിക്കുന്ന പൂച്ചയും പകുതി മരിച്ച പൂച്ചയും ഒരുമിച്ച് കോ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളൊരു അവസ്ഥയിലാണ്. അതായത് പൂച്ചയ്ക്ക് 2 അവസ്ഥയുണ്ട്, ഒന്ന് മരിച്ച പൂച്ചയും ഒന്ന് ജീവിക്കുന്ന പൂച്ചയും. ഇതിൽ ഏതവസ്ഥയാണ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ, പെട്ടി തുറക്കുന്നത് വരെ ഇത് രണ്ടും ഒരുമിച്ച് എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മൾ അങ്ങനെ എങ്ങനെയാണ് സാറേ പോസിബിൾ ആവുക? ഒന്നുകിൽ പൂച്ച മരിക്കും അല്ലെങ്കിൽ ജീവിക്കും. അത് ശരിയാണ്. പൂച്ചയുടെ കാര്യത്തിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒന്നുകിൽ പൂച്ച മരിച്ചിരിക്കും അല്ലെങ്കിൽ ജീവിച്ചിരിക്കും, അതൊക്കെ ശരിയാണ്. പക്ഷേ ഇത് തന്നെ ഈ പൂച്ച ക്വാണ്ടം മെക്കാനിക്കൽ പാർട്ടിക്കിൾ ആണെങ്കിലോ മരിക്കണമെന്നോ ജീവിക്കണമെന്നോ ഇല്ല. ഒരേ സമയത്ത് മരിക്കുകയും ചെയ്യും, ഒരേ സമയത്ത് ജീവിക്കുകയും ചെയ്യും. അതായത് 2 പോസിബിലിറ്റീസിൽ ഇത് എക്സിസ്റ്റ് ചെയ്യും. അതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. മരണവും ജീവിതവും തമ്മിൽ ഒരു കുട്ടിക്കുഴയ്ക്കരുത്. അത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയാണ്. ഒരേ സമയത്ത് 2 പോസിബിലിറ്റീസിൽ എക്സിസ്റ്റ് ചെയ്യും. ഒരേ സമയത്ത് 2 പോസിബിലിറ്റി എന്ന് ഇവിടെ പറയുന്നു. ഓർ ഇൻ അതർ വേർഡ്സ്, പൂച്ചയുടെ കാര്യം എടുക്കുകയല്ല എന്നാണെങ്കിൽ ഒരു പാർട്ടിക്കിളിന് ഒരേ സമയത്ത് ഒരുപാട് പോസിബിലിറ്റീസിൽ ജീവിക്കാൻ കഴിയും എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ ജീവിക്കുക എന്നുള്ളത് എക്സിസ്റ്റ് ചെയ്യുക, ഒരു സമയത്ത് ഒരുപാട് പോസിബിലിറ്റീസിൽ എക്സിസ്റ്റ് ചെയ്യാൻ കഴിയും. ഒരു പാർട്ടിക്കിളായിട്ടും വേവായിട്ടും ഒരേ സമയത്ത് എക്സിസ്റ്റ് ചെയ്യാൻ കഴിയും എന്ന് പറയുന്നത് പോലെ. ഇതൊന്നും കൂടി മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്. അപ്പോൾ ഞാൻ ആരാണ്? ഇവിടെയാണ് നമ്മുടെ സലീം കുമാറിൻ്റെ ഞാൻ ആരാണ് എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. ആരാണ് ഞാൻ എന്നുള്ളൊരു ചോദ്യം ഒരു വ്യക്തി ചോദിക്കുമ്പോൾ ഇപ്പം ഞാൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? എന്നോട് ഫ്രാൻസിസ് സാർ സെൽഫ് ഇൻട്രൊഡക്ഷൻ നടത്തുക എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ, ഞാനൊരു അധ്യാപകനാണ്, ഞാൻ SP കോളേജിൽ വർക്ക് ചെയ്യുന്നു, കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റാണ്, ഇത് എൻ്റെ ഹോബീസ് ഇതൊക്കെയാണ്. യഥാർത്ഥത്തിൽ അത് മാത്രമാണോ ഞാൻ? അല്ലല്ലോ. അപ്പം ഞാൻ ആദ്യം ഒരു മനുഷ്യനാണ്, ഞാനൊരു ആണാണ്, മെയിലാണ്, ബൈ ജെൻഡർ. ഞാനൊരു ഭർത്താവാണ് എൻ്റെ ഭാര്യയ്ക്ക്, ഞാനൊരു സുഹൃത്താണ് എൻ്റെ കൂട്ടുകാർക്ക്, ഞാനൊരു മകനാണ് എൻ്റെ അച്ഛനമ്മമാർക്ക്, ഞാനൊരു അധ്യാപകനാണ് എൻ്റെ വിദ്യാർത്ഥികൾക്ക്. അപ്പോൾ ഈ 5-6 പോസിബിലിറ്റീസ് എനിക്ക് സഹോദരങ്ങളില്ല, ഉണ്ടെങ്കിൽ ഞാൻ അവരുടെ ബ്രദറാണ്, അല്ലേ? അപ്പോൾ ഇങ്ങനെ ഒരുപാട് പോസിബിലിറ്റീസ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ ആരാണ് ഞാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് പോസിബിലിറ്റീസിൻ്റെ കോമ്പിനേഷനായിട്ടുള്ള ഞാൻ നിൽക്കുന്നു. അപ്പോൾ നിങ്ങൾ ആരും എന്നെ ഉപദ്രവിക്കുന്നില്ല. ഞാനിങ്ങനെ എൻ്റെ റൂമിൽ വെറുതെ എൻ്റെ വീട്ടിൽ വെറുതെ ഇരിക്കുന്നുണ്ടെന്നാണെങ്കിൽ ഞാൻ ഭർത്താവാണോ? അതെ, കാരണം എനിക്ക് ഭാര്യ ഉണ്ടല്ലോ. പിന്നെ ഞാൻ മകനാണോ? അതെ, അച്ഛനും അമ്മയും ഇല്ലാണ്ട് ഞാൻ ജനിക്കില്ല. ഞാൻ അധ്യാപകനാണോ? അതെ, കാരണം ഞാൻ SP കോളേജിൽ ജോലി ചെയ്യാണ്. ഞാൻ സുഹൃത്താണോ? അതെ, കാരണം ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക് ഫേസ്ബുക്കിൽ, അല്ലേ? അപ്പോൾ ഇതിലേതാണ് ഞാൻ എന്ന് ചോദിക്കുന്നത് പോലെയാണ് പൂച്ച മരിച്ചോ ജീവിക്കുമോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഇതെല്ലാത്തിൻ്റെയും കൂടി കോമ്പിനേഷൻ ആയിട്ടാണ് ഞാൻ
എന്നുള്ള എക്സിസ്റ്റൻസിൽ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ എന്നുള്ള ക്വാണ്ടം മെക്കാനിക്കൽ പാർട്ടികൾ എക്സിസ്റ്റ് ചെയ്യുന്നത് ഈ എല്ലാ പോസിബിലിറ്റീസിലുമാണ്. ഞാൻ എന്നുള്ള അധ്യാപകൻ, ഞാൻ എന്നുള്ള മകൻ, ഞാൻ എന്നുള്ള ഭർത്താവ്. അപ്പോൾ ഇങ്ങനെ എല്ലാ പോസിബിലിറ്റീസിലും ഒരുമിച്ച് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ക്വാണ്ടം പാർട്ടികളാണ് ഞാൻ യഥാർത്ഥത്തിൽ. ഇപ്പോൾ ഈ ആ ഒരു എക്സാമ്പിൾ ഒരുപക്ഷെ എനിക്ക് തോന്നിയ എക്സാമ്പിൾ തന്നെയാണ്, നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള എന്നെ, പൂച്ചയെ, നിങ്ങൾ എന്താ പറയുക, അങ്ങനെയുള്ള പൂച്ചയെ നിങ്ങൾക്ക് ബോക്സ് തുറക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ എക്സാമ്പിൾ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് പോസിബിലിറ്റീസ് ഉള്ള ഞാൻ ഈ ബോക്സ് തുറക്കുന്നതെന്ന് പറയുമ്പോൾ എന്നെ ആരെങ്കിലും കാണാൻ വരുന്നത് എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ, ഇപ്പം എൻ്റെ വൈഫാണ് എന്നെ കാണാൻ വരുന്നതെങ്കിൽ ഞാൻ ഭർത്താവായിട്ട് പെരുമാറും. എൻ്റെ വിദ്യാർത്ഥികൾ എന്നെ കാണാൻ വരുമ്പോൾ ഞാൻ അധ്യാപകനായിട്ട് പെരുമാറും. എൻ്റെ അച്ഛനമ്മമാർ എന്നെ കാണാൻ വരുമ്പോൾ ഞാൻ മകനായിട്ടായിരിക്കും പെരുമാറുക എന്ന് പറയുന്ന പോലെ ബോക്സ് തുറക്കുമ്പോൾ ഒന്നുകിൽ പൂച്ച ജീവിച്ചിരിക്കും അല്ലെങ്കിൽ പൂച്ച മരിച്ചിരിക്കും. അപ്പോൾ രണ്ട് അവസ്ഥകളിൽ നിന്നും ഒരവസ്ഥയിലേക്ക് പൂച്ച പരിണമിക്കുകയാണ് ചെയ്യുന്നത്. ഏത് നമ്മുടെ എവല്യൂഷൻ പരിണാമമായിട്ട് കൂട്ടരുത്, കൊളോക്കിയലായിട്ട് മലയാളം പരിണാമം, ആ അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്. ആ രണ്ട് അവസ്ഥയിൽ നിന്നും ഒരവസ്ഥയിലേക്ക് പൂച്ച മാറുകയാണ് ചെയ്യുന്നത്, പരിണമിക്കുക എന്ന് പറയുന്ന പോലെ. ഭാര്യ വന്ന് മീറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് അവസ്ഥയിലുള്ള ഞാൻ ഭർത്താവായിട്ട് പരിണമിക്കുന്നു. അപ്പോൾ എൻ്റെ എല്ലാ പോസിബിലിറ്റീസും ഭർത്താവിലേക്ക് കേന്ദ്രീകരിച്ച് വരുന്നു. പറഞ്ഞു മനസ്സിലായില്ലേ? ഇതിനെയാണ് നമ്മൾ ഒബ്സർവേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ബോക്സ് തുറക്കുമ്പോൾ യു ആർ ആസ്കിങ് ദ സിസ്റ്റം ടു കം ടു വൺ സ്റ്റേറ്റ്. അപ്പോൾ നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് മെഷർ ചെയ്യുമ്പോൾ അത് ബോക്സ് തുറക്കുന്ന ഒരു രീതിയാണ്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് മെഷർ ചെയ്യുമ്പോൾ ഇലക്ട്രോൺ ഒരു പാർട്ടികളായിട്ട് പരിണമിക്കും. പാർട്ടികൾ വേവായിട്ട് ഇലക്ട്രോൺ എക്സിസ്റ്റൻസ് ഉണ്ട്, പക്ഷെ അവിടെ പാർട്ടികളായിട്ടായിരിക്കും കൂടുതൽ ഇലക്ട്രോൺ പെരുമാറുക. പക്ഷെ ഇത് തന്നെ ഡ്യുവൽ മറ്റേ സ്ലിറ്റ് എക്സ്പെരിമെന്റിലാണെങ്കിലോ, അപ്പോൾ ഇത് പെരുമാറുന്നത് വേവ് ആയിട്ടായിരിക്കും പെരുമാറുക. അപ്പോൾ നമ്മൾ എങ്ങനെയാണോ ഒരു സിസ്റ്റത്തെ ഡിസ്റ്റർബ് ചെയ്യുന്നത്, ആ സിസ്റ്റത്തെ ഡിസ്റ്റർബ് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഈ ഒരുപാട് അവസ്ഥകളിലെ ഒരവസ്ഥയിലേക്ക് നമ്മൾ ആ സിസ്റ്റത്തെ കൊണ്ടെത്തിക്കുകയാണ്. അപ്പോൾ നമ്മൾ ബോക്സ് തുറന്നു നോക്കുമ്പോൾ യു ആർ ആക്ച്വലി ഡിസ്റ്റർബിങ് ദ സിസ്റ്റം ആൻഡ് യു ആർ ആക്ച്വലി മേക്കിംഗ് ദ സിസ്റ്റം ടു എക്സിസ്റ്റ് ഇൻ വൺ പോസിബിലിറ്റി. ഓക്കെ, ആ സൂപ്പർ പൊസിഷൻ ആണ്, ഇതിനെയാണ് നമ്മൾ സൂപ്പർ പൊസിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സൂപ്പർ പൊസിഷൻ എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ അവസ്ഥകളിൽ ഞാൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഭർത്താവിൻ്റെ, കൂട്ടുകാരൻ്റെ, മകൻ്റെ ഒരു സൂപ്പർ പൊസിഷൻ്റെ അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ ക്ലാസിക്കൽ എലിഫൻറ്റും ഒരു രണ്ട് ആനകളെ നമ്മൾ എടുക്കുകയാണ്. ഒരു പല കളറുള്ള മൾട്ടി കളർഡ് എലിഫൻറ്റും ഒരു ഗ്രേ കളർഡ് എലിഫൻറ്റും. ഈ രണ്ട് ആനകൾക്കും സെപ്പറേറ്റ് എക്സിസ്റ്റൻസ് ആണ് നമ്മുടെ ന്യൂട്ടോണിയൻ മെക്കാനിക്സ് അല്ലെങ്കിൽ ക്ലാസിക്കൽ ഫിസിക്സ് പറയുന്നത്. പക്ഷേ ഒരു ക്വാണ്ടം അവസ്ഥയിലാണെങ്കിൽ ഈ ഗ്രേയും മൾട്ടി കളേർഡും ഒരുമിച്ച് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ബോക്സ് തുറക്കുമ്പോൾ ഒന്നുകിൽ മൾട്ടി കളേർഡ് ആവും അല്ലെങ്കിൽ ഗ്രേ ആയിട്ടായിരിക്കും കാണുക. പക്ഷേ ബോക്സ് തുറക്കുന്നത് വരെ ഈ രണ്ട് അവസ്ഥയും ഒരുമിച്ച് എക്സിസ്റ്റ് ചെയ്യും. വെറുതെ ഇങ്ങോട്ട് പറഞ്ഞാൽ മതിയോ അരവിന്ദേ? അല്ല, ഞാൻ വെറുതെ പറയല്ലേ, ഇതിന് തെളിവുകളുണ്ട്. എന്താണ് തെളിവുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് എക്സാമ്പിൾ. ഇത് ബെൻസീൻ. ഒരുപക്ഷെ 8ാം ക്ലാസ്, 9ാം ക്ലാസ്, 10ാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. ഇത് ബെൻസീൻ എന്ന് പറയുന്ന കെമിസ്ട്രിയിൽ ഒരു സ്ട്രക്ചറാണ്. ഈ ബെൻസീൻ്റെ ഈ സ്ട്രക്ചറും ഈ സ്ട്രക്ചർ, ഈ ആദ്യത്തെ രണ്ട് സ്ട്രക്ചർ പരസ്പരം ഒന്ന് കമ്പൈൻ ചെയ്ത് നോക്കും. ഇത് ഏതാണ് ബെൻസീൻ്റെ സ്ട്രക്ചർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഈ സിംഗിൾ ഡബിൾ എന്ന് കാണുന്നത് നമ്മൾ ബോണ്ട് എന്ന് പറയും. കെമിസ്ട്രി ഭാഷയിൽ പറയുകയാണ്. അതിന് ഇനി ലഘൂകരിക്കാൻ കഴിയില്ല, കാരണം അതിനെ ബോണ്ട് എന്ന് പറയാം. ഇവർ തമ്മിലുള്ള ബന്ധം ഡബിളും സിംഗിളും ഡബിളും സിംഗിളും. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ രണ്ട് സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ, എൻ്റെ മൗസ് നിങ്ങൾക്ക് കാണാൻ കഴിയും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സി ഡബിൾ ബോണ്ട് സി, ഇവിടെ ഈ രണ്ട് കാർബൺ ആറ്റമുകൾ തമ്മിലാണ് ഡബിൾ ബോണ്ട് ഉള്ളത്. പക്ഷേ മറ്റേ സ്ട്രക്ചറിൽ അതേ രണ്ട് കാർബൺ ആറ്റം തമ്മിൽ ഡബിൾ മാറി സിംഗിളായി. അപ്പോൾ ഈ രണ്ട് സ്ട്രക്ചറിൽ ഏതാണ് ബെൻസീൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് രണ്ടും ബെൻസീനാണ്. അപ്പോൾ നമ്മളൊരു റിയാക്ഷൻ എഴുതാൻ ശ്രമിക്കുകയാണെങ്കിൽ ഈ രണ്ട് ബെൻസീൻ സ്ട്രക്ചറിലും നമുക്ക് റിയാക്ഷൻ എഴുതാം. ഒരു റിയാക്ഷൻ എഴുതി തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ അവസാനിക്കുന്ന മറ്റേ സ്ട്രക്ചറിലായിരിക്കും. അപ്പോൾ ഇത് രണ്ടിൽ ഏതാണ് ബെൻസീൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബെൻസീനു ചുറ്റും ഒരു വട്ടം വരച്ചു കൊടുക്കും. എന്നിട്ട് അതാണ് ബെൻസീൻ എന്ന് പറയുന്നത്. ബിക്കോസ് ബെൻസീൻ എക്സിസ്റ്റ് ഇൻ ദീസ് ടു സ്റ്റേറ്റ്സ്. അപ്പോൾ ഈ രണ്ട് സ്ട്രക്ചറും ബെൻസീനാണ്. ഇതിൽ ഇതാണോ ബെൻസീൻ എന്ന് ചോദിക്കുന്ന പോലെയാണ് ഇത് പാർട്ടികൾ, ഇത് വേവ്. ഇത് രണ്ടും ഒരുമിച്ച് എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് വേണം നമുക്ക് മനസ്സിലാക്കി തരാൻ. മറ്റൊരു എക്സാമ്പിൾ കെമിസ്ട്രിയിലെ കീറ്റോ ഇനോൾ ടോട്ടോമറിസം എന്നൊക്കെ പറയും. ഒന്ന് മനസ്സിലാക്കുക. ഒരു കാർബണും ഹൈഡ്രജനും ഓക്സിജനും ഉണ്ട്. ഈ മൊട്ടാന്ന് കാണിച്ചിരിക്കുന്ന ഓക്സിജനാണ്. ഈ ഓക്സിജനിലേക്ക് ഈ കാർബണിൽ നിന്ന് ഒരു ഹൈഡ്രജൻ ആറ്റം പോയി കഴിഞ്ഞാലും കാര്യമായിട്ട് വ്യത്യാസമൊന്നും വരുന്നില്ല. ഈ ബോണ്ട്, ഡബിൾ ബോണ്ട് സിംഗിളായിട്ട് ഷിഫ്റ്റ് ചെയ്യും. ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ടായിരുന്നു, അതിവിടെ സിംഗിളായി. ഇവിടെ സിംഗിൾ ബോണ്ട് ഉണ്ടായിരുന്നു, അതിവിടെ ഡബിളായി. അപ്പോൾ ഇത് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 2 കാർബൺ, 6 ഹൈഡ്രജൻ, 1 ഓക്സിജൻ. അതുപോലെ തന്നെ ഈ കോമ്പൗണ്ടിലും 2 കാർബൺ, 6 ഹൈഡ്രജൻ, 3 2 5 1 6 ഹൈഡ്രജൻ, 1 ഓക്സിജൻ. രണ്ടും തമ്മിൽ കാര്യമായിട്ട് വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഈ സബ്സ്റ്റൻസ് ഇങ്ങനെയാണോ നിൽക്കുന്നത് അതോ ഇങ്ങനെയാണോ നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് രീതിയിലും നിൽക്കും. അപ്പോൾ ഇത് മരിച്ച പൂച്ച, ഇത് ജീവിച്ച പൂച്ച അല്ലെങ്കിൽ ജീവിക്കുന്ന പൂച്ച.
ഇത് പാർട്ടിക്കിൾ ഫോം അല്ലെങ്കിൽ ഇത് വേവ് ഫോം, ഇത് രണ്ടും കോഎക്സിസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അതുമായിട്ട് റിയാക്ട് ചെയ്യാനുള്ള റിയേജൻസ് നമുക്ക് അവർക്ക് ഒപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ, അതുമായിട്ട് റിയാക്ട് ചെയ്യാനുള്ള റിയേജൻസ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, ഇതുമായിട്ട് റിയാക്ട് ചെയ്യാനുള്ള റിയേജൻറ്റ് കൊടുക്കുകയാണെങ്കിൽ ഈ ഫോം പ്രിഡോമിനേറ്റ് ചെയ്യും, കൂടുതൽ വരും. ഇതുമായിട്ട് റിയാക്ട് ചെയ്യാനുള്ള റിയേജൻസ് കൊടുക്കുകയാണെങ്കിലോ ആ ഫോം ആയിരിക്കും കൂടുതൽ വരിക. അപ്പോൾ കാറ്റ് പാരഡോക്സിൻ്റെ ആ ഒരു സൂപ്പർ പൊസിഷൻ എക്സിസ്റ്റൻസ് നമുക്ക് എക്സ്പെരിമെൻ്റിനെയും കൂടി നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ ഈ പ്രപഞ്ചത്തിൽ എം ടി സ്പേസ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. ബേസിക്കലി എം ടി സ്പേസ് എന്ന് പറയുന്ന പ്രപഞ്ചത്തിൽ ഒട്ടും എം ടി അല്ല, അതിലും ഒരുപാട് ഫ്ലക്ച്വേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇത് ഒരു മോളിക്കുലർ ഡൈനാമിക് സിമുലേഷൻസ് എന്ന് പറയും. എം ടി സ്പേസിൽ നടക്കുന്ന കുറച്ച് ക്വാണ്ടം ഫ്ലക്ച്വേഷൻസ് എന്നൊക്കെ പറയും. ഇല്ലായ്മയിൽ നിന്ന് നമുക്ക് ഇങ്ങനെ കുറേ ക്വാണ്ടം ഫ്ലക്ച്വേഷൻസ് നമുക്ക് പോസിബിൾ ആയിട്ട് കാണാം. എങ്ങനെയാണ് ഈ യൂണിവേഴ്സ് ഫോം ചെയ്തത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ പറയുന്ന സ്റ്റാർസും ഗാലക്സീസും ഒന്നുമില്ലായ്മയിൽ നിന്നും ഫോം ചെയ്യുന്നത് എന്നുള്ള ഒരു ചോദ്യം വരുമ്പോൾ, ഒന്നുമില്ലായ്മ എന്നുള്ളൊരു അവസ്ഥ എന്ന് പറയുന്നത് ടോട്ടൽ എനർജി യൂണിവേഴ്സിൻ്റെ സീറോ എന്ന് പറയുന്ന ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട്. സീറോ എന്ന് പറയുന്നത് ശൂന്യം ഒന്നുമില്ല എന്നുള്ളതല്ല, യഥാർത്ഥത്തിൽ ഒരുപാട് ഫോഴ്സ് ബാലൻസ് ചെയ്ത് നിൽക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഇപ്പോൾ വടംവലി കളിക്കുകയാണെങ്കിൽ രണ്ട് ടീമും ഈക്വലി സ്ട്രോങ് ആണെങ്കിൽ, വടത്തിൻ്റെ നടുക്ക് നമ്മൾ നമ്മുടെ ടൈ ചെയ്യുന്ന ആ റെഡ് റിബൺ ഉണ്ടല്ലോ, ആ റെഡ് റിബൺ ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് നടുക്ക് തന്നെ നിൽക്കും. അതിന് എന്താ അർത്ഥം? രണ്ട് സൈഡിൽ നിന്നും വലി ഉണ്ട് എന്നാണോ ഇല്ല എന്നാണോ? രണ്ടിലും ആ നടുക്കുള്ള റിബൺ സ്ട്രോങ് ആയിട്ട് നിൽക്കും. അപ്പോൾ യൂണിവേഴ്സിൻ്റെ കേസിൽ രണ്ട് സൈഡിൽ നിന്നും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് നന്നായിട്ട് വലിയുണ്ട്. അങ്ങനെ ടോട്ടൽ എനർജി സീറോ ആണെന്ന് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷേ എം ടി സ്പേസ് ഒട്ടും എം ടി അല്ല, അതിൻ്റെ അകത്ത് എപ്പോഴും ഈ ക്വാണ്ടം ഫ്ലക്ച്വേഷൻസ് നടക്കുന്നുണ്ട്. ഇതും ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഫിനോമിനൻ എന്നാണ്. അതിലേക്ക് പോകുന്നില്ല, നമുക്ക് സമയം എടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു 5 മിനിറ്റും കൂടി നമുക്ക് നോക്കാം. കുറേ കാര്യങ്ങളൊക്കെ ഞാൻ അത് മാറ്റുകയാണ്. ഇനി മറ്റൊരു ഫിനോമിനൻ ക്വാണ്ടം മെക്കാനിക്സിൽ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്ന് പറയുന്നത് ക്വാണ്ടം എൻടാങ്കിൾമെൻ്റ് ആണ്. ആ ക്വാണ്ടം എൻടാങ്കിൾമെൻ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ പ്രേമിച്ചിരിക്കുന്ന ആൾക്കാർക്ക് നന്നായിട്ട് അറിയാം. പ്രേമിക്കുന്ന ആൾക്കാർക്ക് നമുക്കറിയാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ പറയുക, ഇപ്പോൾ ബോയ്സ് സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നാണെങ്കിൽ, ആ ബോയ്സ് സിനിമയിൽ ഈ ആണുങ്ങളും പെണ്ണുങ്ങളും പരസ്പരം സംസാരിക്കരുത് എന്നുള്ള വീട്ടുകാർ തീരുമാനിക്കും. എന്നിട്ട് പെട്ടെന്ന് എർത്ത് ക്വേക്ക് വരുമ്പോൾ ഈ 5 ആണുങ്ങളും 5 പെണ്ണുങ്ങളും ഇവരെല്ലാവരും കൂടി ചേർന്ന് അവരെപ്പോഴും ഇരിക്കുന്ന ഒരു ഗ്രൗണ്ടിൻ്റെ ആ മതിലിൻ്റെ അവിടെ എത്തും. ആര് പറഞ്ഞിട്ടാണ് അവരെത്തിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അറിയില്ല. പക്ഷെ അവർ ഓട്ടോമാറ്റിക്കലി ആ മതിലിൻ്റെ അവിടെ എത്തിപ്പോകും എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിക്കേഷൻ, തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ആ കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ ക്വാണ്ടം എൻടാങ്കിൾമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ക്വാണ്ടം എൻടാങ്കിൾമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പാർട്ടികൾ പരസ്പരം എൻടാങ്കിൾഡ് ആണെങ്കിൽ ഒരു പാർട്ടികളിലേക്ക് കൊടുക്കുന്ന കമ്മ്യൂണിക്കേഷൻ മറ്റേ പാർട്ടികളിൽ ഓട്ടോമാറ്റിക്കലി എത്തിക്കോളും എന്നുള്ളതാണ്. ആ ക്വാണ്ടം എൻടാങ്കിൾമെൻറ്റിനെയാണ് ഐൻസ്റ്റൈൻ സ്പൂക്കി ആക്ഷൻ അറ്റ് എ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. നമുക്ക് അത്രയും ഇതിലേക്കൊന്നും പോകണ്ട. ആ സ്പൂക്കി ആക്ഷൻ അറ്റ് എ ഡിസ്റ്റൻസ് നമുക്ക് കാണിച്ചു തരാൻ പറ്റുന്ന ഒരു സ്ലൈഡാണ് മാഗ്നെറ്റോ റിസപ്ഷൻ എന്ന് പറയും. യൂറോപ്യൻ റോബിൻ എന്നുള്ള മൈഗ്രേറ്ററി ബേർഡിൻ്റെ ഒരവസ്ഥയാണ്. എങ്ങനെയാണ് ഈ ബേർഡ്സ് മൈഗ്രേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഈ പക്ഷികൾ പറക്കുന്നത്, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പറക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പക്ഷികൾ ഈ മൈഗ്രേറ്ററി ബേർഡിൻ്റെ യൂറോപ്യൻ റോബിൻ എന്ന് പറയുന്ന ഈ പക്ഷിയിൽ പരീക്ഷണം നടത്തിയിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പക്ഷികളുടെ കണ്ണിൽ പ്രോട്ടീൻസ് ഉണ്ട്, ക്രൈ പ്രോട്ടീൻസ് എന്ന് പറയും. അപ്പോൾ സൂര്യരശ്മി ഈ പക്ഷിയുടെ കണ്ണുകളിലേക്ക് വീഴുമ്പോൾ ആ പ്രോട്ടീനുള്ള ഇലക്ട്രോൺസ് എക്സൈറ്റഡ് ആകും. ഇലക്ട്രോൺസ് എക്സൈറ്റഡ് ആകുക എന്ന് പറയുന്നത് ഇലക്ട്രോൺസിന് കുറച്ച് എനർജി കിട്ടും. പക്ഷേ ഇതിൻ്റെ രണ്ട് കണ്ണിലുമുള്ള ഇലക്ട്രോൺസ് പരസ്പരം എൻടാങ്കിൾഡ് ആണ്, അതായത് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നാറില്ലേ, ഇപ്പോൾ അയാൾ എന്നെക്കുറിച്ച് ചിന്തിച്ച് കാണും. അപ്പോൾ നമ്മൾ ഫോൺ വിളിക്കുമ്പോൾ, എടാ ഞാൻ നിന്നെക്കുറിച്ച് ഇപ്പോൾ നീ വിളിക്കുന്നത് ഞാൻ വിചാരിച്ചേ ഉള്ളൂ, ഉടനെ തന്നെ നീ വിളിച്ചു എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ എൻടാങ്കിൾമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് ഇലക്ട്രോൺസ്, ഈ പക്ഷിയുടെ കണ്ണിൽ വീഴുന്ന ഇലക്ട്രോൺസ് പരസ്പരം എൻടാങ്കിൾഡ് ആയിട്ട് കിടക്കുന്നു. ഈ പക്ഷി ഇങ്ങനെ ആകാശത്തിൽ കൂടെ പറക്കുമ്പോൾ ഈ ഇലക്ട്രോൺസ്, എൻടാങ്കിൾഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഒരു പ്രത്യേക അനുപാതത്തിലായിരിക്കും കറങ്ങിക്കൊണ്ടിരിക്കുന്നത്, പരസ്പരം എൻടാങ്കിൾഡ് ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ പക്ഷി പറന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിന് ഈ ഇലക്ട്രോൺസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുമെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോൾ ഏതെങ്കിലും ഒരു ഇലക്ട്രോണിനെ, രണ്ട് കണ്ണിലുള്ള ഏതെങ്കിലും ഒരു ഇലക്ട്രോണിനെ എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോൾ ആ ഇലക്ട്രോൺസിൻ്റെ മാറ്റം, അതിൻ്റെ കറക്കത്തിൻ്റെ മാറ്റം, അതിൻ്റെ ഓറിയൻറ്റേഷൻ്റെ മാറ്റം ഒക്കെ നമുക്ക് ദൃശ്യമാകാൻ കഴിയും. ബിക്കോസ് ഇലക്ട്രോൺ ഇസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രണ്ട് ഇലക്ട്രോണും ബന്ധിപ്പിച്ചിരിക്കുന്നതുകൊണ്ട് രണ്ട് ഇലക്ട്രോണിനും എന്താ പറയുക, നമ്മുടെ ഈ ക്വാണ്ടം എൻടാങ്കിൾഡ് ആയതുകൊണ്ട് ഒരേ ഇലക്ട്രോണിൽ വരുന്ന മാറ്റം മറ്റേ ഇലക്ട്രോണിന് കാണുകയും അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പക്ഷി അതിൻ്റെ തല തിരിക്കുകയും ചെയ്യും. അപ്പോൾ ഈ എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് അനുസരിച്ചാണ് യഥാർത്ഥത്തിൽ ഈ പക്ഷി നാവിഗേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ. ബിക്കോസ് എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് പക്ഷിയുടെ കണ്ണിനെ
ഇൻഫ്ലുവൻസ് ചെയ്യുകയും ചെയ്യും. ഏതെങ്കിലും ഒരു കണ്ണിൻ്റെ ഇലക്ട്രോൺസ് ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് മറ്റേ കണ്ണിലും സ്വാഭാവികമായിട്ട് അത് കാണുകയും ചെയ്യും. പക്ഷിയുടെ ഡയറക്ഷൻ ഓഫ് മോഷൻ അത് കൺട്രോൾ ചെയ്യുകയും ചെയ്യും. ഇത് ക്വാണ്ടം എൻടാങ്കിൾമെൻറ്റിൻ്റെ ഒരു അവസ്ഥയാണ്. മറ്റൊരവസ്ഥ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഫോട്ടോസിന്തസിസ് ആണ്. ഈ ഫോട്ടോസിന്തസിസിൽ എനർജി വന്ന് ഒരു സ്ഥലത്ത് വീണിട്ട് ആ എനർജീനെ റിയാക്ഷൻ സെൻറ്ററിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. എനർജീനെ റിയാക്ഷൻ സെൻറ്ററിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. എക്സ്പെരിമെൻ്റലി മെഷർ ചെയ്ത ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയാക്ഷൻ സെൻറ്ററിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ മിനിമം ഇത്ര സമയത്തിനുള്ളിൽ റിയാക്ഷൻ സെൻറ്ററിലെ എനർജി എത്താൻ സാധ്യതയുള്ളൂ. പക്ഷേ എക്സ്പെരിമെൻ്റലി മെഷർ ചെയ്തപ്പോൾ ആ റിയാക്ഷൻ്റെ കൈനറ്റിക്സ് സ്പീഡ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിച്ചതിനേക്കാളും സ്പീഡാണ്. അപ്പോൾ ആ എനർജി സെൻറ്ററിലുള്ള ഒരു പാർട്ടിക്കിൾ യഥാർത്ഥത്തിൽ ഒരു പാർട്ടിക്കിളായിട്ട് ഒരു ഡയറക്ഷനിൽ കൂടെ മാത്രമായിരുന്നു സഞ്ചരിച്ചതെങ്കിൽ ആ റിയാക്ഷൻ അങ്ങനെ സംഭവിക്കില്ലായിരുന്നു. അപ്പോൾ നമുക്ക് പ്രസ്യൂം ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയാക്ഷൻ സെൻറ്ററിലേക്ക് എനർജി കിട്ടിയ ആ ഒരു എക്സൈറ്റോൺസ് എന്ന് പറയുന്ന ആ ഒരു പാർട്ടിക്കിൾ വേവ് ഇതിൽ കൂടെയും സഞ്ചരിക്കും, നേരെ കൂടിയും സഞ്ചരിക്കും, എല്ലാ ഡയറക്ഷനിൽ കൂടെയും സഞ്ചരിക്കും. അതായത് ഇപ്പോൾ ഈ ഓട്ടോക്കാരോട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എവിടെ നിന്ന് ഒരു വിളി, ഇപ്പോൾ ഓട്ടോ സിനിമയിൽ മോഹൻലാൽ പറയുന്നത് നമുക്ക് ചുറ്റുപാടും കണ്ണുകളാണ്. അപ്പോൾ എല്ലാ ഡയറക്ഷനിലും ഇവർ ഒരേ സമയത്ത് ശ്രദ്ധിക്കും. എവിടെ നിന്നാണ് ഒരു ഓട്ടോയ്ക്ക് ഒരു വിളി വരുന്നതെന്ന് പറയാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ നമ്മുടെ മോഹൻലാൽ പറയുന്നത് എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഒരുപക്ഷെ ഗാദി മോഹൻലാലും ഒരുമിച്ചിരുന്നെങ്കിൽ അവർ കാറിൽ ഓപ്പോസിറ്റ് കാറിൽ 2 ഡയറക്ഷനിൽ ഇരിക്കുമ്പോൾ എല്ലാ ഡയറക്ഷനിലും നോക്കാനുള്ളൊരു പ്രക്രിയ. ഇവർ ക്വാണ്ടം മെക്കാനിക്കൽ പാർട്ടികൾ ആയിരുന്നെങ്കിൽ, ഇതുപോലെ തന്നെ ഒരു പാർട്ടികൾ വേവ് ആയിരുന്നെങ്കിൽ എല്ലാ ഡയറക്ഷനിലേക്ക് ഒരേ സമയത്ത് നോക്കാനുള്ള കഴിവ് അവർക്കുണ്ടായിരുന്നെങ്കിൽ, എല്ലാ ഡയറക്ഷനിലൂടെ ഒരേ സമയത്ത് സഞ്ചരിക്കാനുള്ള കഴിവ് അവർക്കുണ്ടായിരുന്നെങ്കിൽ പരസ്പരം കാറിലെങ്കിലും അവർ കണ്ടുമുട്ടിയനെ. അതുപോലും കണ്ടുമുട്ടാൻ കഴിയാത്തതിൻ്റെ കാരണം ക്ലാസിക്കൽ വേൾഡിൽ. അപ്പോൾ ഈ പാർട്ടികൾ ഇതിൻ്റെ ഇടയിൽ കൂടെ പോകും, ഈ ഡയറക്ഷനിൽ കൂടെ പോകും, ആ ഡയറക്ഷനിൽ കൂടെ പോകും, എല്ലാ ഡയറക്ഷനിലും കൂടെ പോയിട്ട് ഇതെല്ലാം കൂടി സൂപ്പർപോസ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ കൂടെ അതെല്ലാം കൂടി ഒരു ഡയറക്ഷനിലേക്ക് വന്ന് പതിക്കും. ഇതിനെയാണ് നമ്മൾ സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്നത്. അതും ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഒരു ഇതാണ്. പിന്നെ നമ്മുടെ DNA നടക്കുന്ന ഒരു പ്രത്യേകതയാണ് മ്യൂട്ടേഷൻ. അപ്പോൾ എന്താണ് മ്യൂട്ടേഷൻ? DNA വരുന്ന, ജീനിൽ വരുന്ന ചെറിയ ചെറിയ ചേഞ്ചുകളെയാണ് നമ്മൾ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ആ മ്യൂട്ടേഷൻ ഇത് സംഭവിക്കുന്നു. അവിടെയും ഈ ക്വാണ്ടം മെക്കാനിക്കൽ അല്ലെങ്കിൽ ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും. അപ്പോൾ ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ വളരെ ഫേമസ് ആയിട്ടൊരു പേരാണ്. DNA കുറിച്ച് കേൾക്കുമ്പോഴേ ആദ്യം മനസ്സിൽ വരുന്ന ഇതാണ്. അപ്പോൾ അഡിനിനും തൈമിനും നോക്കുമ്പോൾ ഈ നൈട്രജനും ഓക്സിജനും നൈട്രജനും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഹൈഡ്രജൻ ആറ്റമാണ്. അപ്പോൾ ഈ ഹൈഡ്രജൻ ആറ്റം ഈ നൈട്രജനിൽ നിന്ന് കഴിഞ്ഞാലും മറ്റേ ഓക്സിജനിൽ നിന്ന് കഴിഞ്ഞാലും ഒരുപോലെയാണ്. അപ്പോൾ ആദ്യത്തെ സ്ട്രക്ചറും രണ്ടാമത്തെ സ്ട്രക്ചറും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ 2 സ്ട്രക്ചറും തമ്മിലുള്ള ബന്ധം എന്താണ്, അല്ലെങ്കിൽ വ്യത്യാസം എന്താണ്? ഒരു സ്ട്രക്ചറിൽ നൈട്രജൻ്റെ ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ മറ്റേ സ്ട്രക്ചറിൽ ഓക്സിജനിൽ ഹൈഡ്രജൻ നിൽക്കുന്നു. അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ മൊത്തം സ്ട്രക്ചറിലെ നമ്പർ ഓഫ് നൈട്രജൻ, എത്ര ഓക്സിജൻ ഉണ്ട്, എത്ര ഹൈഡ്രജൻ ഉണ്ട്, ഇതെല്ലാം സെയിം തന്നെയാണ്. പക്ഷേ ഈ ഹൈഡ്രജൻ നൈട്രജൻ്റെ ഓക്സിജൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ മാറി മാറി കളിക്കുന്നു. താഴത്തെ ഹൈഡ്രജൻ ആണെങ്കിലും ഈ 2 നൈട്രജൻ്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി കളിക്കുന്നു. ഇങ്ങനെ മാറി നിൽക്കുമ്പോൾ ആ മോളിക്യൂളിന് പ്രത്യേകിച്ച് നഷ്ടമൊന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇവിടെയും ഒരു ക്വാണ്ടം ടണലിംഗ് നടക്കുന്നത് ഈ ഹൈഡ്രജൻ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കളിക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളത് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അങ്ങനെയുള്ള പോസിബിലിറ്റി ഉള്ള സമയത്ത് ഈ ഹൈഡ്രജൻ എവിടെ വേണമെങ്കിലും നിൽക്കാം. ഈ ഇൻസ്റ്റൻറ്റിൽ ഈ നൈട്രജനിൽ നിൽക്കുന്ന ഹൈഡ്രജൻ ചിലപ്പോൾ അടുത്ത നിമിഷം മറ്റേ ഓക്സിജൻ്റെ അവിടെ ആയിരിക്കും നിൽക്കുന്നത്. അപ്പോൾ ഈ DNA ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഒരു ഇൻഫർമേഷൻ കോപ്പി ചെയ്യുമ്പോൾ, ഒരു കുട്ടി ഉണ്ടാകുമ്പോൾ കോപ്പി ചെയ്യുന്നത് ഈ സ്ട്രക്ചറിലാണെങ്കിൽ മറ്റേ കുട്ടി ഉണ്ടാകുമ്പോൾ കോപ്പി ചെയ്യപ്പെടുന്ന ഈ സ്ട്രക്ചറിലാണെങ്കിലും ആ കോപ്പി ചെയ്യപ്പെടുന്ന ഇൻഫർമേഷൻ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവില്ലേ? കാരണം ഈ സ്ട്രക്ചറിൽ നിൽക്കുമ്പോൾ കോപ്പി ചെയ്യുന്ന ഒരു ഇൻഫർമേഷൻ ആയിരിക്കില്ല ഈ സ്ട്രക്ചറിൽ നിൽക്കുമ്പോൾ കോപ്പി ചെയ്യുമ്പോൾ കിട്ടുന്ന ഇൻഫർമേഷൻ, ആ ജീനിൽ നിന്ന് ഇൻഫർമേഷൻ കോപ്പി ചെയ്യുമ്പോൾ. അപ്പോൾ 2 ഇൻഫർമേഷൻ ആയതുകൊണ്ട് ചെറിയൊരു മ്യൂട്ടേഷൻ സംഭവിച്ച് ഉണ്ടാകുന്ന 2 കുട്ടികൾക്കും 2 ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും. അങ്ങനെ മ്യൂട്ടേഷൻ സംഭവിക്കാനും ഈ പറയുന്ന DNA എക്സ്ചേഞ്ച് ഒരു കാരണമായിട്ട് മാറുന്നത്. ആ DNA എക്സ്ചേഞ്ചിൽ DNA എക്സ്ചേഞ്ച് അല്ല, ക്ഷമിക്കണം, ഹൈഡ്രജൻ എക്സ്ചേഞ്ച് ഒരു കാരണമായിട്ട് മാറുന്നത്. ആ ഹൈഡ്രജൻ എക്സ്ചേഞ്ചും ക്വാണ്ടം മെക്കാനിക്കൽ ടണലിങ്ങിൻ്റെ ഒരു പ്രത്യേകതയാണ് നമ്മൾ മനസ്സിലാക്കണം. ഐസൈറ്റിനും ക്വാണ്ടം മെക്കാനിക്സിലുണ്ട്, നമ്മൾ മണക്കുന്ന വസ്തുവിലും ക്വാണ്ടം മെക്കാനിക്സ് ഉണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൂക്കിലേക്ക് കയറി വരുന്ന വസ്തു അതിൻ്റെ അകത്തുള്ള റിസപ്റ്റേഴ്സിൻ്റെ ഹൈഡ്രജൻ ബോണ്ടിങ്, അങ്ങനെ ഒരുപാട് റിസപ്റ്റേഴ്സിൻ്റെ ആയിട്ടുള്ള ഒരു ബോണ്ടിങ് മാത്രമല്ല. കാരണം റിസപ്റ്റേഴ്സുമായിട്ടൊരു ബോണ്ടിങ് വരണം എന്നാണെങ്കിൽ ഒരേ സ്ട്രക്ചറുള്ള വസ്തുക്കൾക്ക് ഒരേ മണം വരണമായിരുന്നു. പക്ഷേ പുലബന്ധം പോലും ഇല്ലാത്ത സ്ട്രക്ചറുള്ള പല വസ്തുക്കൾക്കും ഒരേ മണം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് ചില ബോറൈൻ കോമ്പൗണ്ട്സും ചില സൾഫർ കോമ്പൗണ്ട്സും ഇവരുടെ സ്ട്രക്ചർ തമ്മിൽ കമ്പയർ നോക്കുമ്പോൾ ഈ സ്ട്രക്ചർ അജഗജാന്തരം വ്യത്യാസമാണ്. അതായത് അജവും ഗജവും, ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമാണ് ഇവരുടെ സ്ട്രക്ചർ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. പക്ഷേ അവർക്ക് രണ്ടുപേർക്കും ഒരേ മണം. അപ്പോൾ ഒരേ സ്ട്രക്ചർ, ഏകദേശം സിമിലർ സ്ട്രക്ചർ ആണെങ്കിൽ നമുക്ക് ഒരു മണം സാധാരണ റിസപ്റ്റേഴ്സിൻ്റെ ബേസിസിൽ പറ്റുള്ളൂ. പക്ഷേ വ്യത്യാസമുള്ളത് കൊണ്ട്
സ്ട്രക്ചർ വ്യത്യാസമുള്ളതുകൊണ്ട് നമ്മുടെ മൂക്കിൽ കുറേ റിസപ്റ്റേഴ്സ് ഉണ്ട് എന്നുള്ളത് മാത്രമല്ല, എന്തോ ഒരു ക്വാണ്ടം മെക്കാനിക്കൽ ഫിനോമിനം അവിടെ ഉണ്ട് എന്നുള്ളതാണ് ശാസ്ത്രജ്ഞന്മാരുടെ നിഗമനം. അങ്ങനെ സംഭവിക്കുന്നു. ഇനി ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ റെവല്യൂഷനൈസ് ചെയ്യാൻ പോകുന്ന ഒരു സാധനം എന്ന് പറയുന്നത് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ആണ്. IBM എന്ന് പറയുന്ന ആ കമ്പനി, മൾട്ടി നാഷണൽ കമ്പനി, ഇപ്പോൾ ആൾക്കാർക്ക് സ്പേസ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ചെറിയ ട്രെയിനിങ് എടുത്തായിരുന്നു. ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് എന്ന് പറയും. ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കമ്പ്യൂട്ടേഴ്സിൻ്റെ ഇപ്പോഴത്തെ സ്റ്റോറേജ് സ്പേസിൻ്റെ നൂതനമായ ടെക്നോളജി ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കാൽക്കുലേഷൻസ് നടത്തുന്നതിൻ്റെ സ്പീഡ് നമുക്ക് കൂട്ടാൻ കഴിയും. നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു ഭാഷയിൽ പറയുകയാണെങ്കിൽ, ചെറുപ്പത്തിൽ ഇപ്പോൾ എനിക്ക് 36 വയസ്സായി. അപ്പോൾ എൻ്റെ പ്രായമുള്ള ആൾക്കാരൊക്കെ ഫ്ലോപ്പി ഡിസ്ക് കണ്ടു കാണും. അല്ല, എന്നേക്കാൾ പ്രായമുള്ള ആൾക്കാർ ഒരു പക്ഷേ പണ്ടത്തെ കമ്പ്യൂട്ടറിൽ നിങ്ങൾ ഒരു പണ്ടത്തെ TV, ഈ ബാക്കിലേക്ക് ഗർഭിണികളെ പോലെ ഭയങ്കര വയറുള്ള അങ്ങനെ ഒരു TV നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടത്? ഭയങ്കരമൊക്കെ ഇങ്ങനെ തള്ളി നിൽക്കുന്ന ഒരു TV, ഇലക്ട്രോൺ ഗൺ ഉള്ളൊരു TV. ഇപ്പോൾ ഫ്ലാറ്റ് TV ആയി. അപ്പോൾ നമ്മൾ ടെക്നോളജി എങ്ങനെയാണ് മാറിക്കൊണ്ടിരിക്കുന്നത്? നമ്മൾ വലിയൊരു കമ്പ്യൂട്ടറിൽ നിന്ന് അത് ഒരു സ്റ്റോറേജ് ഡിവൈസ് ആയിട്ട് ഫ്ലോപ്പി ഡിസ്കിൻ്റെ എത്ര KB ആയിരുന്നു നമ്മൾ? ഫ്ലോപ്പി ഡിസ്ക് എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് നമുക്കറിയില്ല. അത് കഴിഞ്ഞിട്ട് CD ആദ്യം MB-യിലായിരുന്നു, പിന്നെ 2GB CD ആയി, 4GB CD ആയി, അല്ലേ? ഒരു സിനിമ മാത്രം കോപ്പി ചെയ്യാൻ പറ്റുന്ന VCD ആയി, DVD ആയി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മൊബൈൽ ഫോണിന് മാറ്റം വരുന്ന ടെക്നോളജി നിങ്ങൾ മനസ്സിലാക്കുന്നു. കറക്കുന്ന ബേക്ക് ലൈറ്റ് ഫോണിൽ നിന്ന് കോഡ്ലെസ് ഫോണിലേക്ക് പോയി, പേജറിലേക്ക് പോയി, നോക്കിയയുടെ ആ തടിയൻ സെറ്റ് കഴിഞ്ഞ് ഇപ്പം നമ്മുടെ കയ്യിൽ കിടക്കുന്ന ഫോണിൻ്റെ ടെക്നോളജി, അതിൻ്റെ സ്റ്റോറേജ് സ്പേസ് ആലോചിച്ച് നോക്കൂ. സ്റ്റോറേജ് സ്പേസ് ഇങ്ങനെ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷേ അതിൻ്റെ കപ്പാസിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു സ്പേസിൽ ഒരുപാട് ഇൻഫോർമേഷൻ സ്റ്റോർ ചെയ്യാൻ പറ്റും, അല്ലേ? ഇപ്പോൾ നമ്മുടെ ഫോണിൽ വരുന്ന 128 GB ഒക്കെയാണ് ഫോണിൽ ഇൻറ്റേർണൽ മെമ്മറി തന്നെ. നമ്മൾ മൊബൈൽ ഫോൺ മേടിച്ചിരുന്ന കാലത്ത്, ഞാനൊക്കെ ഡിഗ്രി പഠിക്കുമ്പോൾ 2005 ഇൻറ്റേർണൽ മെമ്മറി എന്ന് പറയുന്നത് എത്ര GB ആയിരുന്നു? ആ പടം മൊത്തം എല്ലാം കൂടി ചേർത്ത് 2 GB എന്താണെന്നൊക്കെ ആയിരുന്നു. ഇപ്പോൾ സ്റ്റോറേജ് സ്പേസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഈ ക്വാണ്ടം മെക്കാനിക്സിനെ ബേസ് ചെയ്തിട്ടാണ്. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ കാൽക്കുലേറ്റർ വർക്ക് ചെയ്യുന്ന പോലെ തന്നെ കാൽക്കുലേറ്റർ ഡിസ്പ്ലേ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. 1 ഞെക്കുമ്പോൾ 1 വരും, 2 ഞെക്കുമ്പോൾ 2 വരും, 3 ഞെക്കുമ്പോൾ 3 വരും. ഒരേ ഡിസ്പ്ലേയിൽ തന്നെയാണ് നമ്മൾ 1, 2, 3, 4, 5, 6, 7, 8 എന്നുള്ളത് ഉണ്ടാക്കിയെടുക്കുന്ന പറയുന്ന പോലെ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൽ മെമ്മറി സ്റ്റോറേജ് സ്പേസ് കുറച്ചിട്ട് ഇൻഫോർമേഷൻ എക്സിസ്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് കൂട്ടുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഇപ്പോൾ ഞാനെന്നുള്ളത് ആരാണ് എന്നുള്ളൊരു ചോദ്യം അവിടെ ഉണ്ടെന്നാണെങ്കിൽ, ഭർത്താവാണ്, കൂട്ടുകാരനാണ്, അല്ലെങ്കിൽ മകനാണ്, ഇങ്ങനെ ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. പൂച്ചയുടെ കേസിൽ 2 പോസിബിലിറ്റിയേ ഉള്ളൂ: മരിച്ചു, ജീവിക്കുന്നു. എൻ്റെ കേസിൽ ഭർത്താവ്, മകൻ, കൂട്ടുകാരൻ, സാറ്, 4 പോസിബിലിറ്റി. വേറെ എന്തിൻ്റെയെങ്കിലും കേസിൽ പോയി കഴിഞ്ഞാൽ 6 പോസിബിലിറ്റി, പിന്നെ 8 പോസിബിലിറ്റി, 10 പോസിബിലിറ്റി, അങ്ങനെ ലക്ഷക്കണക്കിന്, അല്ലെങ്കിൽ ഒരുപാട് പോസിബിലിറ്റി, ലക്ഷക്കണക്കിന് ഇത്തിരി കൂട്ടി പറഞ്ഞാണ്, എന്നാൽ ഒരുപാട് പോസിബിലിറ്റീസ് ഒരു സമയത്ത് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ചെറിയ മെമ്മറി ഡിവൈസസ് ഒക്കെയാണ് ഇന്ന് ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൻ്റെ ഫണ്ടമെന്റൽസ് എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ ക്യൂബിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ ബേസിക് ഫണ്ടമെന്റൽസ് എന്ന് പറയുന്നത് 1010 എന്നുള്ള ചാർൾസ് ബാബേജ് കണ്ടുപിടിച്ച കമ്പ്യൂട്ടറിൻ്റെ ബൈനറി കോഡ്സ് ആണ്. 1010 എന്നുള്ള രീതിയിലാണ് ഇൻഫോർമേഷൻ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ നമ്മുടെ ക്വാണ്ടം കമ്പ്യൂട്ടേഷനിൽ വരുമ്പോൾ ഒരേ ചിപ്പിൽ തന്നെ ഒരുപാട് ഇൻഫോർമേഷൻസ് സ്റ്റോർ ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് യുവർ മെമ്മറി ഡിവൈസസ് ഗെറ്റിംഗ് സ്മോളർ ആൻഡ് സ്മോളർ. അറ്റ് ദ സെയിം ടൈം ഒരുപാട് ഇൻഫോർമേഷൻസ് അവർ സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻഫോർമേഷൻ സ്റ്റോർ ചെയ്യുന്ന ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതും ക്വാണ്ടം മെക്കാനിക്സിൻ്റെ റെവല്യൂഷൻ ആണെന്ന് പറഞ്ഞ് ഒരുപാട് ഇനിയും പറയാനുണ്ട്, പക്ഷേ നമുക്ക് സമയമില്ല. ഇപ്പോൾ തന്നെ 7:05. അപ്പോൾ ഇത്രയും നേരം കേട്ട് നിന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്നും കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ. എൻ്റെ ഒരു ചാനലാണ് ഇതിപ്പോൾ ലോക്ക്ഡൗൺ ടൈമിൽ തുടങ്ങിയ ചാനലല്ല, ഇത് 1-2 കൊല്ലമായി ഈ ചാനൽ തുടങ്ങിയിട്ട്. അപ്പോൾ ഈ ചാനൽ തുടങ്ങിയപ്പോൾ ഒരു പ്രയോജനം ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമായിട്ട് ഫ്ലഡ് വന്നപ്പോൾ 2 കൊല്ലം മുമ്പ് കേരളത്തെ സ്ട്രൈക്ക് ചെയ്ത ഫ്ലഡ് വന്നപ്പോൾ സോഡിയം പോളിയക്രൈലേറ്റ് എന്നുള്ള പോളിമർ അത് യൂസ് ചെയ്യണം, വീട് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ആ പോളിമർ പൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വീട് ക്ലീൻ ആകും എന്നുള്ള ഒരു വീഡിയോ, ഓമ ഹെൽത്തോ അങ്ങനെ കണ്ടോ വീഡിയോ ഇറക്കി കഴിഞ്ഞപ്പോൾ അതങ്ങനെ യൂസ് ചെയ്യരുതെന്ന് പറഞ്ഞ് ഒരുപക്ഷെ ആദ്യം വീഡിയോ ഇട്ടത് ഞാനാണ്. പിന്നെ പല ചാനലിൽ നിന്നും അപ്രോച്ച് ചെയ്യുകയുണ്ടായി. അപ്പം അങ്ങനെ ഒരുപക്ഷെ അത് യൂസ് ചെയ്തിരുന്നെങ്കിൽ അത് വലിയൊരു പൊല്യൂട്ടൻ്റ് ആയിട്ട് മാറിയാണ്. അപ്പോൾ ഇത് ആ ഒരു വീഡിയോ കണ്ടിട്ട് എൻ്റെ കോളേജിലേക്ക്, SB കോളേജിലേക്ക് ഇറിഗേഷൻ മിനിസ്റ്റർ വന്നപ്പോൾ ഒരു വിദ്യാർത്ഥിയോട് പറയുകയുണ്ടായി, നല്ലൊരു വീഡിയോ ആയിരുന്നു. അങ്ങനെ അവസാനം ഗവൺമെൻറ് അത് അദ്ദേഹത്തിൻ്റെ ഇറിഗേഷൻ മിനിസ്റ്ററുടെ ശ്രദ്ധയിൽപ്പെട്ടു എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അങ്ങനെ ഒരു പ്രയോജനം നാടിന് വേണ്ടിയിട്ട് ചെയ്യാൻ ഈ വീഡിയോ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. കൂടാണ്ട് ഈ എൻ്റെ ചാനലിൽ എനിക്കറിയാവുന്ന സയൻസ് ഒരു 5-10 മിനിറ്റ് വീഡിയോ പല ആഴ്ചകളിലും പല ഇതായിട്ടും ഇടാറുണ്ട്. ഇതിൻ്റെ വെബ്സൈറ്റാണ് www.arnk.in. എൻ്റെ അത്യാവശ്യം സയൻസ് മനസ്സിലാകാനും കുറച്ച് എൻ്റെ പബ്ലിക്കേഷൻസ് ഒക്കെ മനസ്സിലാകാനും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വെബ്സൈറ്റിലേക്ക് പോവുക. അപ്പോൾ എല്ലാത്തിനോടും നന്ദി പറഞ്ഞുകൊണ്ട് അപ്പോൾ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഏതെങ്കിലും ടോപ്പിക്കായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും താല്പര്യമുണ്ടെന്ന് ഞങ്ങളൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും ഒരിക്കൽ കാണാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ശാസ്ത്രം പഠിക്കുക, ശാസ്ത്രം വളർത്തുക. അറിയാത്ത കാര്യം അറിയില്ല എന്ന് സമ്മതിക്കാൻ ഒരു മടിയും വേണ്ട. നമ്മൾ
യഥാർത്ഥത്തിൽ സയൻസ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. എല്ലാം അറിയാവുന്നവരായി ആരും ഉണ്ടാവില്ല. പരസ്പരം ഡിസ്കസ് ചെയ്ത് നമുക്ക് വളർന്ന് പഠിച്ച് പുരോഗമിക്കാം. അപ്പോൾ എല്ലാവർക്കും നന്ദി.